അപ്പോൾ എല്ലാവർക്കും വെരി ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് ഒന്നുകൂടി ഗുഡ് മോർണിംഗ്. ഈ റൂമിനേറ്റും ഗൈഡ് ടോക്കും ഒരുമിച്ച് വരുമ്പം കുറച്ചുകൂടി രസമാണെന്നാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. അപ്പോൾ ഇന്ന് എന്ത് രസമാവുമെന്ന് എനിക്കറിയില്ല. ഗൈഡഡ് ആണല്ലോ. ലെറ്റ്സ് ജസ്റ്റ് ബിഗിൻ. യാ, അപ്പോൾ ഇന്ന് നമ്മൾ രാവിലത്തെ ഷാനയുടെ മെഡിറ്റേഷൻ എന്ത് ബേസ് ചെയ്താണ് നിങ്ങളിന്ന് മെഡിറ്റേറ്റ് ചെയ്തത്? ലവ്, സ്റ്റിൽനെസ്, ലവ്. ഓക്കെ, എന്തായിരുന്നു നിങ്ങളുടെ ടേക്ക് അവേ? ആ മെഡിറ്റേഷനിലൂടെ പോയപ്പോൾ നിങ്ങളുടെ ടേക്ക് അവേ എന്തായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? വാട്ട് ഡു യു ഫീൽ? സ്റ്റില്ലായിട്ട് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്കിന്ന് മെല്ലെ സ്റ്റിൽനെസ്സിലൂടെ തന്നെ ഒന്ന് സഞ്ചരിച്ച് നോക്കാം. എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന നിശ്ചലമായ ഒന്ന്, നിശ്ചലമായ എല്ലാത്തിനെയും ചലിപ്പിക്കാൻ പറ്റുന്ന ഒന്ന് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? സാധിക്ക് ഉറങ്ങാം. നിശ്ചലതയുടെ ശൂന്യതയിലേക്ക് പോയോ? ഇല്ല. ഓക്കെ, അപ്പം എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന എന്നാൽ നിശ്ചലമായ ഒന്ന് ഭയങ്കര മാജിക്കലാണ്. ഓക്കെ, എൻ്റെ വിരൽ ചലിക്കുന്നു. ഈ വിരലിനെ എന്താ ചലിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഈ വിരൽ ചലിക്കുന്നു. ഈ വിരലിന് സ്വമേധയാ ചലിക്കാൻ പറ്റൂല. വിരലിന് വിരൽ മാത്രമാക്കി നമ്മളിങ്ങനെ മാറ്റി വെച്ച് വിചാരിക്കാം. ചലിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതിന് ചലിക്കാൻ പറ്റൂല. പിന്നെ അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അഥവാ അതിനൊന്ന് ചലിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടെ വല്ല കാറ്റ് വീശണം, അല്ലെങ്കിൽ ആരെങ്കിലും അതിനെടുത്ത് മാറ്റി വെക്കണം. പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഇടപെടൽ ആവശ്യമില്ലാതെ ഈ വിരലിന് ചലിക്കാൻ പറ്റൂല. പക്ഷേ ഈ വിരലിപ്പം എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ കണക്ട് ചെയ്ത സമയത്ത് വിരൽ മാത്രമല്ല കണക്ട് ചെയ്തിരിക്കുന്നത്, പുറത്ത് വിരലാ കാണുന്നെങ്കിൽ കൂടി ഇതിൻ്റെ ഉള്ളിലോട്ട് കുറേ നാഡികളും ഞരമ്പുകളും ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അത് ഏതോ ഒരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തത് കൊണ്ട് ഈ വിരലിന് സ്വമേധയാ ചലിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി വേറെ ഏതോ ഒരു സിസ്റ്റത്തിൻ്റെ ബോധത്തിനനുസരിച്ച് ഇതിന് ചലിക്കാൻ പറ്റുന്നു. എൻ്റെ മൊബൈൽ ഫോൺ, അതിനെ ആക്ച്വലി സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എനിക്കതിനെ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ആ മൊബൈലാകുന്ന സിസ്റ്റത്തെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ബോധം വേണം. അത് നമ്മളെ ബോധമാണ്. നമ്മളെ ബോധത്തിൻ്റെ ഇഷ്ടാനുസരണം നമ്മൾ മൊബൈലിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ വിരലെന്ന് പറഞ്ഞാലും ഒരു ഡിവൈസാണ്. ഈ ഡിവൈസിന് തനിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെ ഏത് ബോധമാണോ ഓപ്പറേറ്റ് ചെയ്യണേ അതിനനുസരിച്ച് അതിന് മൂവ് ചെയ്യാനേ പറ്റൂ. ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ബോധത്തിന് തോന്നുന്നത് മുന്നിലുള്ളവരൊക്കെ ഭൂതങ്ങളാണ് എന്നാണെങ്കിൽ ചിലപ്പോൾ ബോധമില്ലാതെ തന്നെ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ബോധം ചെന്നിട്ട് ആരെങ്കിലുമൊക്കെ തല്ലും. ഈ വിരൽ ആഗ്രഹിക്കുന്നുണ്ടോ മറ്റൊരാളെ തല്ലണമെന്ന്? ഈ വിരലിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വിരലിനും കൈക്കും ആകെ ചെയ്യാൻ പറ്റുന്നത് ഇതിനെ ചലിപ്പിക്കുന്ന ബോധം ഏതാണോ ആ ബോധത്തിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ ബോധവും ചലിക്കാൻ തയ്യാറായിട്ട് ഊർജം വന്നാൽ, അല്ലെങ്കിൽ ഊർജം കിട്ടിയാൽ ചലിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ശരീരവും, അതുപോലെ തന്നെ അതിനെ ചലിപ്പിക്കാൻ ഒരു ബോധവും, ഈ ബോധവും അതുപോലെ തന്നെ ഈ ശരീരത്തിലെ അവയവങ്ങളും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. അതിനിടയിൽ വേണ്ട ഒരു സാധനമാണ് ഊർജം. അപ്പോൾ ഈ വിരൽ എങ്ങനെ അനങ്ങുന്നു എന്ന് ചോദിച്ചാൽ ഈ വിരലിനെ അനക്കാൻ ഒരു ഊർജം വേണം. ഊർജം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ എന്തുകൂടി വേണം? ബോധം വേണം. വീട്ടിലെ ഫാനും ഈ വിരൽ പോലെ ചിന്തിച്ചാൽ മതി. അനങ്ങാതെ ഇങ്ങനെ സ്റ്റില്ലായിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ അതിന് ചലിക്കണമെങ്കിൽ അതിൽ ഊർജം വേണം, വൈദ്യുതി വേണം. പക്ഷെ വൈദ്യുതിയും ഊർജവും മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ബോധം വേണം. ക്ലിയർ? അപ്പോൾ നമ്മൾ പുറത്ത് നിന്നിട്ട് ഒരാളെ ഇടപെടാണ്. വൈദ്യുതി അവിടെ ഉണ്ട്, പ്രകൃതിയിൽ നിന്ന് എടുത്താണ്. വൈദ്യുതി അവിടെ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡിവൈസ്, ശരീരം പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഡിവൈസ് ആകുന്ന ഫാനും അവിടെ ഉണ്ട്. ഇത് രണ്ടും സെറ്റായിട്ട് കാര്യമില്ല. അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു ബോധം ഇടപെടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളെടുത്ത് നോക്കിയാലും ഊർജവും നമ്മളിലുണ്ട്, അതുപോലെ തന്നെ ശരീരവും നമ്മളിലുണ്ട്. ഊർജത്തിൻ്റെയും ശരീരത്തിൻ്റെയും മിശ്രമാണ് നമ്മൾ. പക്ഷേ ഇത് രണ്ടും ഉണ്ടായിട്ട് കാര്യമില്ല. ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ബോധം ഇടപെടുമ്പോൾ മാത്രമേ ചലിക്കുന്നുള്ളൂ. എൻ്റെ കൈ ഇങ്ങനെ വെക്കുന്ന സമയത്തും ഇവിടെ ഊർജ്ജമുണ്ട്, ഇതിൽ ഊർജ്ജമുണ്ട്. ഊർജ്ജം ഉള്ളതുകൊണ്ട് എനിക്കിങ്ങനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അല്ലെങ്കിൽ ഞാൻ വീണു. ഞാൻ അനങ്ങാതിരിക്കുമ്പോൾ പോലും ഞാൻ ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് അനങ്ങാതിരിക്കുന്നത്. അപ്പോൾ ഈ ഊർജ്ജം കൊണ്ട് നമ്മളിങ്ങനെ അനങ്ങാതിരിക്കുന്ന സമയത്ത് ഇതിനൊന്ന് അനങ്ങണമെങ്കിൽ എൻ്റെ ബോധം ഒന്ന് ചിന്തിക്കണം, ഒന്ന് അനങ്ങാം. ക്ലിയർ? പറഞ്ഞ പോയിന്റ് ക്ലിയർ ആവുണ്ടോ? അപ്പം ബോധം എന്നത് കൂടി ചേരുമ്പോഴേ ഊർജ്ജം കൊണ്ടും ഡിവൈസ് കൊണ്ടും കാര്യം ഉണ്ടാവണുള്ളൂ.
അപ്പോൾ അടുത്ത ചോദ്യം, എന്താണ് ഈ ബോധം? നമുക്കതിനെ കോൺഷ്യസ്നെസ് എന്ന് പറയാം. കോൺഷ്യസ്നെസ്. ആ ബോധം തന്നെ 2 തരത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ചില സമയത്ത് എൻ്റെ വിരൽ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ, ദാറ്റ് മീൻസ് അവെയർനെസ്, കോൺഷ്യസ്നെസ്, അവെയർനെസ്, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചലിപ്പിക്കുന്നു. ഇപ്പം ഞാൻ അറിഞ്ഞാണ് ചലിപ്പിക്കുന്നത്. ക്ലിയർ? എൻ്റെ വിരൽ ചലിച്ചുകൊള്ളൂ. നോക്കിയാൽ ഞാൻ ചലിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വേറൊരു സാധനം ആഡ് ചെയ്യുന്നില്ല. മൈൻഡ് കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ചലിച്ചോ എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ബോധം ഞാനിവിടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബോധത്തെ അറിഞ്ഞുകൊണ്ടൊരു ഓപ്പറേഷൻ ഉണ്ട്. ഇനി ഞാൻ ചിലപ്പം ബോധത്തെ പറ്റിയിട്ടും ഊർജ്ജത്തെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ തന്നെ എൻ്റെ കൈ ഇങ്ങനെ ചലിക്കുന്നുണ്ടോ? നിങ്ങൾ ഡാൻസ് കളിക്കുന്ന പോലെ സാധനം ഞാനിതിങ്ങനെ ബോധപൂർവ്വം ഞാൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകും, പിന്നെ ഇങ്ങനെ അല്ല. പക്ഷെ ഇവിടെയും ചലനം സംഭവിക്കുന്നുണ്ട്. ഈ ചലനത്തിലും ബോധം പ്രവർത്തിക്കണമല്ലോ. നമ്മൾ പറഞ്ഞ എന്താണ്? ഈ ശരീരത്തിൽ ഈ ഊർജ്ജവും ശരീരവും ചേർന്നിരിക്കുന്ന ഇടത്ത് ഒരു ചലനം ഉണ്ടാക്കണമെങ്കിൽ ബോധം വേണം. അപ്പം ചില കാര്യങ്ങൾ ആ ബോധം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചലിപ്പിക്കുന്നു, ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്ന പോലുമില്ല, പക്ഷെ നമ്മളിൽ ചലനം ഉണ്ടാകുന്നു. അപ്പം ഞാൻ ബോധവാനായിട്ട് ഇരിക്കാത്ത സമയത്തും എന്നിലൊരു ബോധം പ്രവർത്തിക്കുന്നുണ്ട്. ശരിയാണോ? ഞാൻ ബോധവാനായിട്ട് ഇരിക്കുകയെന്നപ്പോൾ പറയുന്നത്, പക്ഷെ എത്രത്തോളം എന്നുള്ളതാണ്, എത്ര വലിപ്പത്തിലുള്ള ബോധത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇരിക്കുന്നതിൻ്റെ ഇടയിലുള്ള നമ്മുടെ ബോഡി പോസ്ചറിൽ വന്നിട്ടുള്ള ചേഞ്ചിൽ പോലും ഒരു ബോധം ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറിയൊരു അനക്കം ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഒന്ന് സെൻറ്ററിലേക്ക്, വീഡിയോയിലൊക്കെ വന്നവരൊന്ന് സെൻറ്ററിലേക്ക് ഉഷാറായിട്ട് ഇരിക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് ബോധം ഉപയോഗിച്ച് ചലിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ആ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് 100 കണക്കിന് അറിയാത്ത ചലനങ്ങളുണ്ടായി. ദാറ്റ് മീൻസ് ഞാൻ ഈ വിരൽ ചലിക്കട്ടെ എന്ന് ബോധപൂർവ്വം ചിന്തിക്കുമ്പോൾ ഈ വിരൽ ചലിക്കുന്നത് ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഇത് ചലിക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് മൈക്രോ മസിലുകൾ ഇതിൻ്റെ ഉള്ളിൽ ചലിക്കുന്നുണ്ട്. ആ മൈക്രോ മസിലുകൾക്കും ബോധം എത്തിയിട്ടുണ്ട്. അവർക്ക് ആ ബോധം എത്തിയിട്ടില്ലെങ്കിൽ അവർ വർക്ക് ചെയ്യില്ല. അപ്പോൾ അത് ഏത് ബോധമാണ്? അപ്പോൾ നമ്മൾ ഏത് ബോധത്തിലാണ് ജീവിക്കുന്നത്? ബോധം എന്ന് പറയുമ്പം ഏത് ബോധത്തെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്? ഇതാ പറഞ്ഞത്, ചലനം ഉണ്ടാകുന്നിടത്ത് പോലും, ബോധപൂർവം നമ്മൾ ചലനം ഉണ്ടാക്കുന്നിടത്ത് പോലും നിശ്ചലാവസ്ഥയിൽ നിന്നുകൊണ്ട് ചലിപ്പിക്കുന്ന ഒരു ബോധമുണ്ട്. ആ ബോധം, ആ ഒരേ ഒരു ബോധം നമ്മളിൽ ഇങ്ങനെ പരന്ന് കിടക്കാണ്. നമ്മളിൽ മാത്രമല്ല, ആ ബോധം നമുക്ക് പുറത്തും പരന്ന് കിടക്കാണ്. ആ ബോധം എന്താണ് എന്ന് തിരിച്ചറിയുന്നവൻ ബോധിയാകുന്നു. ആ ബോധം എന്താണ് എന്ന് മനസ്സിലാക്കുന്നവൻ ബുദ്ധനാവുന്നു. ആ ബോധം എന്താണ് എന്ന് മനസ്സിലാക്കുന്നവൻ ബോധിച്ചവനാകുന്നു. ആ ബോധിച്ചവൻ, ആ ബോധം സിദ്ധിച്ചവൻ കൂടിയാകും. ബോധം സിദ്ധിക്കുക എന്ന് പറയും. അപ്പോൾ അവർ സിദ്ധനായിരിക്കും. നോക്കിയേ, ബുദ്ധൻ, സിദ്ധൻ എന്നൊക്കെ പറയുമ്പം അവരൊക്കെ നമ്മൾ കൊണ്ടുവെക്കുന്നത് വേറൊരു സ്പേസിലാണ്. എന്താ അവർക്കുള്ള വ്യത്യാസം? നമ്മളെ നിശ്ചലതയിൽ ചലിപ്പിക്കുന്ന ബോധം ഏതാണോ, ബോധത്തിലല്ല, നിശ്ചലതയിൽ നിന്നുകൊണ്ട്, നമ്മളത് നിശ്ചലമായിട്ട് നമുക്ക് ആ ബോധത്തെ അറിയാനൊന്നും പറ്റുന്നില്ല, പക്ഷെ നിശ്ചലതയിൽ നിന്നുകൊണ്ട്, സ്റ്റിൽനെസ്സിൽ നിന്നുകൊണ്ട് എല്ലാത്തിനെയും ചലിപ്പിക്കുന്ന ബോധം ഏതാണോ, ആ ബോധത്തെ ബോധ്യപ്പെട്ടവൻ, ആ ബോധത്തിൽ ബോധവാനായവൻ, ആ ബോധത്തെ അവൻ്റെ ബുദ്ധിയാക്കി മാറ്റിയവൻ. സാധാ ബുദ്ധിയല്ല, ഈ ബുദ്ധി അതാണ്, ചലിക്കൂ, നീങ്ങൂ. അപ്പം അതെന്താ അങ്ങനെ നീങ്ങുന്നത്? ഇതെന്താ ഇങ്ങോട്ട് നീങ്ങാത്തത്? ഈ ബുദ്ധിയ അല്ല, അതിൻ്റെ അപ്പുറത്തേക്ക്, ഈ ബുദ്ധിക്കും അപ്പുറത്തേക്ക് ബുദ്ധിയെ ബോധത്തിലുള്ള, അതായത് ഉയർന്ന അവബോധം എന്ന് പറയാം, അതിലുള്ള ബുദ്ധിയെ സിദ്ധിച്ച ആളുകളെ നമ്മൾ സ്പെഷ്യലാക്കി വെക്കാനുള്ള കാരണം ഇതാണ് അവരുടെ പ്രത്യേകത. ക്ലിയർ? കിളി പോയിക്കണോ? ഇല്ലല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. കുറച്ച് ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് വേദങ്ങളൊക്കെ വന്നതെന്ന് ചോദിച്ചാൽ, ഇതിങ്ങനെ നമ്മളുടെ ബോധം ഇതാണ്, ഈ ചലിക്കുന്നതിന് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ബോധമേ നമുക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന മൈക്രോ മസിൽസിനെ മൂവ് ചെയ്യിപ്പിക്കുന്ന, നമ്മളറിയാതെ ചലിപ്പിക്കുന്ന ബോധത്തിലിരിക്കാൻ നമ്മൾക്ക് ബോധം കിട്ടിയിട്ടില്ല. ആ ബോധം ഇല്ല എന്നുള്ളതല്ല, നമുക്കതിനുള്ളൊരു ബോധമുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കേ, ഈ വവ്വാലിന് കണ്ണ് കാണില്ലല്ലോ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയല്ലേ? ഉണ്ടോ? ടീച്ചേഴ്സൊക്കെ പറയാം, ചിലപ്പോൾ എനിക്ക് തെറ്റ് പറ്റും, ഞാനെല്ലാം അറിഞ്ഞിരിക്കുമെന്നല്ല. ഓക്കെ, കണ്ണ് കാണൂല എന്ന് തന്നെയാണല്ലോ അല്ലേ? യാ. പക്ഷെ വവ്വാലിന് കണ്ണ് കാണൂല എന്നുള്ള കാര്യം വവ്വാലിന് അറിയും. കണ്ണെന്താന്ന് മൂപ്പർക്ക് അറിയും. നമുക്കാണ് കണ്ണുള്ളത്. നമ്മൾ വവ്വാലിനെ നോക്കിയിട്ട് പറയാം, അതിനില്ലാത്ത ഒരു സെൻസ് നമുക്കുണ്ട്. ഇത് വെച്ച് നമ്മൾ ഇങ്ങനെ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വവ്വാലിന് അറിയോലില്ല ആ സാധനം. നമ്മൾ പോയിട്ട് പറയാം, നിനക്ക് കാഴ്ചയില്ല, നീ ഇത് കാണണം എന്ന് പറഞ്ഞാൽ അതെന്താ സാധനം?
വവ്വാൽ എന്ത് വെച്ചാൽ നോക്കാം, വവ്വാൽ സൗണ്ട് പുറപ്പെടുവിക്കുകയാണ് അല്ലേ. ഒരു സൗണ്ട് പുറപ്പെടുവിച്ചിട്ട് ആ സൗണ്ട് പോയിട്ട് തട്ടുന്നതിൽ നിന്നും കിട്ടുന്ന റിഫ്ലക്ഷൻ്റെ അടിസ്ഥാനത്തിൽ, ഇമ്പൾസിൻ്റെ അടിസ്ഥാനത്തിൽ ആ വവ്വാൽ ഇങ്ങനെ മൂവ് ചെയ്യണം. അതായത് ഒരു സ്ഥലത്തേക്ക് സൗണ്ട് അയക്കുക, അവിടെ പോയി തട്ടിയാൽ ഇവിടെ ആണ് സാധനം, അപ്പോൾ വേഗം ഡൈവേർട്ട് ചെയ്ത് പോകും. ഇത് നമ്മളൊരു സൗണ്ട് അയച്ചിട്ട് മറ്റേ സാധനം കയ്യിലുണ്ടോ ചോദിച്ച് അപ്പുറത്തുനിന്ന് റിപ്ലൈ വരാൻ കാത്തുക്കുമ്പോഴത്തേന് വവ്വാൽ ഇപ്പം മരത്തിലിടിച്ച് ചാവും. അങ്ങനെയല്ല, സെക്കൻഡുകളെ കൊണ്ട് വവ്വാലിൻ്റെ ഡിറ്റക്ഷൻ കഴിഞ്ഞു. വിത്തിൻ സെക്കൻഡ്സ് ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്കിത് സ്വാഭാവികമായിട്ടുള്ള പറക്കലാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കണ്ണില്ലാതെ ശബ്ദം ഉപയോഗിച്ചിട്ട് പറക്കുന്നു, ശബ്ദം ഉപയോഗിച്ച് ഈ ലോകത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വവ്വാലിനോട് പോയിട്ട് നമ്മൾ കാഴ്ചയുടെ ലോകത്തെ പറ്റി പറഞ്ഞാൽ വവ്വാലിന് ഒരു പിടുത്തുണ്ടാവില്ല. ക്ലിയർ ആണല്ലോ. ഇതേപോലെ തന്നെയാണ് ഈ സ്റ്റിൽനെസ്സിൻ്റെ അല്ലെങ്കിൽ ഈ ബോധിയുടെ അല്ലെങ്കിൽ ബുദ്ധൻ്റെ ബോധം എന്ന് പറഞ്ഞത്. അപ്പോൾ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറയൂ, ഈ ഗൗതമ ബുദ്ധൻ എന്നത് മാറ്റി വെച്ചിട്ട് ഈ ബുദ്ധിക്കപ്പുറത്തേക്ക് ഈ ഈ പറഞ്ഞ ബോധം ഉണ്ടല്ലോ, ഉയർന്ന അവബോധം, ആ ബോധത്തിൽ ബോധവാനായ, അത് സിദ്ധിച്ച് ആരും ബുദ്ധനാണ്. ഓരോരുത്തരും ഓരോ ഇഷ്ടമുള്ള പേരിട്ടോളൂ. ചിലർക്ക് ബുദ്ധൻ എന്നാ പേരിടാൻ തോന്നുന്നത്, ബുദ്ധൻ എന്നിട്ടോളൂ. ബോധി എന്നാണ് ഇടാൻ തോന്നുന്നെങ്കിൽ ബോധിച്ചവൻ നിങ്ങൾ ബോധി എന്നിട്ടോളൂ. എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അതായിക്കൊള്ളട്ടെ, ഏതുമായിക്കോട്ടെ. പക്ഷെ പേരല്ല വിഷയം. പേരിനപ്പുറത്തേക്ക് ഞാൻ പറയല്ലേ, ചലിപ്പിക്കുന്നു. പക്ഷെ ചലിപ്പിക്കണതെന്തോ അത് ചലിക്കുന്നില്ല. നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് ചലിക്കട്ടെ എന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ അത് ചലിക്കണമെന്ന് ചിന്തിക്കുന്നതിന് മുന്നേ ചലിക്കാൻ എൻ്റെ ബോധത്തെ ചലിപ്പിക്കുന്ന ഒരു ബോധമുണ്ട്. കൈന്ന് പോലില്ലല്ലോ. ഞാൻ അങ്ങനെ ചിന്തിക്കുകയാണ്, ഇത് ചലിക്കട്ടെ, ഞാൻ ചിന്തിക്കണമല്ലോ. ഞാനിത് ചിന്തിക്കണമെങ്കിൽ എൻ്റെ മനസ്സിൽ ചിന്തിക്കാനുള്ള ഒരു ചലനം നടക്കണം. ചിന്ത ഒരു മോഷനാണല്ലോ, ചിന്ത ഒരു മൂവ്മെൻ്റ് ആണല്ലോ. അപ്പം ആ ചിന്ത എന്ന മൂവ്മെൻറ്റ് എൻ്റെ ബോധത്തിൽ സംഭവിച്ച് അതിനുശേഷമാണ് ഈ ശരീരം അനങ്ങുന്നത്. അപ്പോൾ അതിന് എത്ര സെക്കൻഡുകൾ കൊണ്ടാണ് ആലോചിക്കുക. നമ്മളിങ്ങനെ ഒരു മിനിറ്റ് ഞാൻ എൻ്റെ വിരലിനെ ചലിപ്പിക്കാൻ ചിന്തിക്കാൻ ഒറ്റ മിനിറ്റ് ചലിക്കൂ. ഇങ്ങനെയാണെങ്കിൽ എത്ര ടൈം ലാപ്സ് അവിടെ വരുന്നത്? അങ്ങനെ ഒന്നുമല്ല. ആക്ച്വലി ഞാൻ ചിന്തിക്കുമ്പോഴേക്ക് ഇത് ചലിക്കുന്നു. പക്ഷെ ചിന്തിക്കുമ്പോഴേക്ക് ഇത് ചലിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത്രക്കും ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ടാണ് ഈ ചലനം നടക്കണമെങ്കിൽ ഊർജ്ജവും ശരീരവും ഡിവൈസും അതിന് ഓപ്പറേറ്റ് ചെയ്യുന്ന ബോധവും തമ്മിൽ ഇത്ര ഫാസ്റ്റായിട്ട് പ്രോസസ് ചെയ്യണമെങ്കിൽ ചലിക്കണം എന്ന് ചിന്തിപ്പിക്കുന്ന വേറൊരു ബോധം അതിൻ്റെ ഉള്ളിലല്ലേ. എനിക്ക് വെറുതെ എങ്ങനെ ചലിക്കട്ടെ തോന്നില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് വെള്ളം അവിടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി. എനിക്കിങ്ങനെ തോന്നിയതാണ് എനിക്ക് തോന്നാണ് ഈ വെള്ളം ഒന്ന് കുടിക്കണം. പക്ഷെ വെള്ളം കുടിക്കണം എന്ന ചിന്ത എനിക്ക് തോന്നുമ്പോഴേക്ക് ഞാനിതാ ഗ്ലാസ് എടുത്തു, വെള്ളം എടുത്തു. പക്ഷേ വെള്ളം കുടിക്കണമെന്ന് ചിന്ത വരാൻ അതിനെ തോന്നിപ്പിച്ച വേറൊരു ചിന്തയുണ്ട്, അത് ദാഹമായിരുന്നു. മനസ്സിലായില്ലേ? ദാഹം ചിന്തിക്കുന്നില്ല, ദാഹം ചിന്തിപ്പിക്കുന്നേ ഉള്ളൂ. ദാഹത്തിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല, ദാഹത്തിന് വർണ്ണം കൊടുക്കാൻ പറ്റില്ല. ദാഹം എന്ന ചിന്ത എന്ന് ബോധത്തിനുള്ളൂ. ദാഹം എന്ന അവസ്ഥയെ നമുക്കൊരവസ്ഥയായിട്ടേ പറയാൻ പറ്റുള്ളൂ. നമ്മളതിന് പേരിട്ടു, ഇതിങ്ങനെ എന്തോന്ന് ഇതിൽ ഇറക്കാനൊരു സാധനം തോന്നുന്നു, അതിന് ദാഹം എന്ന് പറയാം. വേറെ സ്ഥലത്ത് അതിന് തേഴ്സ്റ്റ് എന്ന് പറയാം. ഓരോ സ്ഥലത്ത് ഓരോ പേരിടാം. പക്ഷേ അതിനൊരു പേരൊക്കെ മാറ്റി വെച്ചാൽ അത് നമ്മുടെ ബോധത്തിന് വേണ്ടിയിട്ടാണ്, ഈ കോൺഷ്യസ്നെസ്സിന് വേണ്ടിയിട്ടാണ്, ഈ അവയർനെസ്സിന് വേണ്ടി മാത്രം. അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം എന്ന് എന്നെ ചിന്തിപ്പിച്ച, എൻ്റെ ബോധത്തിലേക്ക് ചിന്ത ഇട്ട് തന്ന്, എന്നിട്ട് ആ ചിന്ത എൻ്റെ ശരീരത്തിലൂടെ ചുറ്റിലുള്ള വെള്ളത്തെ പരതാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ നിശ്ചലമായിട്ടിരുന്നിട്ട് ദാഹം എന്നെ എന്ത് ചെയ്യാണ്, ചലിപ്പിക്കുകയാണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ പല ആൾക്കാരെയും ഇതുപോലത്തെ അവർ പോലും അറിയാതെ അവരെ ചലിപ്പിക്കുന്ന ഒരു മോട്ടിവേഷൻ ഉണ്ട്. മോട്ടിവേഷൻ എന്ന് നമ്മൾ സാധാ പറയുന്ന ഈ കൈൻഡ് ഓഫ് മോട്ടിവേഷണൽ ടോക്കല്ല. മോട്ടിവേഷൻ ഈസ് ഹങ്കർ. വിശപ്പ് ഒരു മോട്ടിവേഷനാണ്. വിശപ്പിനെ നമ്മുടെ ഭാഷയിൽ വിശപ്പ് എന്ന് പറയുമ്പോഴും വിശപ്പ് നമ്മുടെ ചിന്തകൾ ഉണർത്തുന്നു, നമ്മുടെ ചലനത്തെ ഉണർത്തുന്നു, നമ്മുടെ ഊർജ്ജത്തെ ഉണർത്തുന്നു. അപ്പോൾ ഈ ലോകത്തിൽ നിശ്ചലമായി നിന്നുകൊണ്ട് നമ്മളെ ചലിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം എന്ന് പറയല്ലോ, ആ കാരണത്തിന് കോൺഷ്യസ്ലി നമ്മൾ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരാൾക്ക് നാട് വിട്ട് പോകണം, അതിന് അവരെ ചിന്തിക്കണം. ഇതുവരെ ചിന്തിക്കാത്ത കാര്യം, പക്ഷെ അവർക്കത് ചിന്തിച്ചു തുടങ്ങണമെങ്കിൽ നാട് വിട്ട് പോകണം എന്ന് അവരെ ചിന്തിപ്പിക്കാൻ പാകത്തിന് ഒരു അനുഭവം ചുറ്റിലുണ്ടാവണം. ഈ അനുഭവം പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. ഇതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ട് അയാൾ പോകണമെന്ന് ചിന്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സമയത്ത് വല്ലാത്ത പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾ അയാൾക്കുള്ളിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്ത് മോട്ടിവേഷനാണ് ഉണ്ടാക്കുന്നത്? ഇതെനിക്ക് താങ്ങാൻ പറ്റൂല, ഇതെന്നെ കൊണ്ട് പറ്റൂല. ഈ ചിന്തകളാണ് അയാൾ ഇവിടെ നിന്നാൽ പറ്റൂല എന്ന് പറഞ്ഞത്. അപ്പോൾ അയാൾക്ക് എന്തോ വേറൊന്ന് വേണം, ഇതല്ല വേണ്ടത്, വേറെ എന്തോ ഒന്ന് വേണം. അതെന്താന്ന് പറയാനറിയില്ല. ആ അനുഭവം കിട്ടാനാണ് ഇവിടുന്ന് മാറിയിട്ട് പ്രശ്നങ്ങൾ നമുക്കുള്ളിൽ ചലിക്കാതെ ഒരു മോട്ടിവേഷനായി നിന്നിട്ട് നമ്മളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തെ മൊത്തം ചലിപ്പിക്കാം. ഞാനിപ്പോൾ ശരീരത്തിൻ്റെ അവസ്ഥയാണ്. എൻ്റെ ശരീരത്തിൽ തന്നെ
എൻ്റെ വിരലനങ്ങാനും എന്നിലെ ഊർജം പ്രവർത്തിക്കാനും അതിനെ ഓപ്പറേറ്റ് ചെയ്യാനൊരു ബോധവും ആ ബോധത്തെ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാൻ ആ ബോധത്തിന് പിറകിൽ ആ ബോധം കൊണ്ട് പോലും അനുഭവിക്കാൻ പറ്റാത്ത ഒരു ബോധവും ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ എന്ന പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ. എങ്കിൽ എന്നെ മാറ്റി നിർത്താതെ, നിങ്ങളെ മാറ്റി നിർത്താതെ, ഉദാഹരണത്തിന് എൻ്റെ ഹൃദയം, ഞാൻ ഒറ്റ ആളാണ്, പക്ഷെ എൻ്റെ ഹൃദയത്തിനൊരു ബോധമുണ്ട്, എൻ്റെ കണ്ണിന് വേറൊരു ബോധമുണ്ട്. ഓരോന്ന് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒറ്റ സമയത്ത് തന്നെ കാഴ്ചൻ്റെ ഫുൾ സാധനത്തിന് കണ്ണ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക, കാത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. എന്നെ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളിൽ എത്ര ബോധങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. കാഴ്ച, കേൾവി, ചിന്ത അവിടെ നിൽക്കുന്നില്ല. കേട്ടിരിക്കുമ്പോൾ ബാലൻസ് ചെയ്തിരിക്കാനുള്ള ബാലൻസ് അല്ലേ, ഇങ്ങനെ തുടങ്ങിയിട്ട് പല സംഭവങ്ങളുണ്ട്. ഈ ബോധങ്ങളൊക്കെ നമുക്കുള്ളിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് കേൾക്കുമ്പം നിങ്ങൾ എന്നെ കേട്ടിരിക്കാൻ നിങ്ങൾ ഊർജ്ജം ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്, ആ ബാലൻസിന് വേണ്ടി ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇൻഫർമേഷൻ ഉള്ളോട്ടെത്തുമ്പോൾ നിങ്ങളുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എനർജി ചിലവാക്കിക്കൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ നിങ്ങളുടെ ബോധം ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മളെന്ന് പറഞ്ഞാൽ ഒറ്റ ബോധമല്ല, നമ്മളെന്ന് പറഞ്ഞാൽ ഒരുപാട് ബോധങ്ങൾ കൂടി ചേർന്നതാണ്, ഒരുപാട് അവെയർനെസ്സുകൾ കൂടി ചേർന്നതാണ് നമ്മളെന്ന് പറഞ്ഞാൽ. പക്ഷേ ഈ ഒരുപാട് കൂടി ചേർന്ന് അനേകായിരമായി കിടക്കുന്ന ബോധത്തെ മുഴുവനും ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ചലനവും ഇല്ലാണ്ട് ഒരു ചിന്തയില്ലാണ്ട് സ്റ്റിൽനെസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിലുണ്ട്. വേണമെങ്കിൽ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ വേണമെങ്കിൽ മനസ്സിലാക്കി വേണ്ടി മാത്രം ജസ്റ്റ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു സംഭവമുണ്ട്. ഇതാണ് നമ്മളിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള അവെയർനെസ്. ഇതിലാണ് നമ്മൾ ഈ പറഞ്ഞ നിശ്ചലാവസ്ഥ, സ്റ്റിൽനെസ് എന്ന് പറയുന്നത്. ആരാണോ ആ സ്റ്റിൽനെസ്സിനെ തൊടുന്നത്, സ്റ്റിൽനെസ്സിനെ തൊടുന്ന ആൾക്ക് അവൻ്റെ പരന്ന എല്ലാ ബോധത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഈ എൻലൈറ്റൻമെൻറ്റ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ നടക്കണേ. അവിടെയാണ് ഞാൻ അപ്പം ഈ വവ്വാലിന് ഒരു കാരണവശാലും കാഴ്ച എന്ന് പറഞ്ഞ സാധനം ഇല്ല വിചാരിക്കാം. ബൈ ചാൻസ് വവ്വാലിന് കാഴ്ച എങ്ങാനും കിട്ടി വിചാരിക്കാം. ആ മൊമെൻറ്റ് മുതൽ വവ്വാൽ പോയിട്ട് കൂട്ടത്തിലുള്ള എല്ലാ വവ്വാലിനോട് എന്താ പറയുക, എടാ ഇങ്ങനെ ഒന്നല്ലടാ ഈ ലോകം എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒന്നല്ലടാ ഈ ലോകം, ഇങ്ങനെ ഒന്നല്ലടാ ഈ ലോകം. ചില ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുമ്പം നമുക്കിപ്പോൾ ഉള്ള സെൻസ് വെച്ച് ജീവിച്ചു പോകും. ഇവിടുന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡയമെൻഷൻ മാറും. കാരണം ഈ ബോഡി ഡയമെൻഷൻ അല്ല, അപ്പോൾ നമുക്ക് വേറെ സെൻസുകൾ കൂടി വരും, ഒരു അഡീഷണൽ സെൻസ്, അല്ലെങ്കിൽ ഇതല്ലാത്ത ആ പരന്ന ബോധത്തിനുള്ളൊരു സെൻസ് വരും. ഈ സെൻസ് വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ് ഇപ്പോൾ കുറച്ച് ആൾക്കാർ. ഇപ്പോൾ സ്വർഗത്തിലേക്കൊക്കെ പോയവരൊക്കെ മാറിക്കുന്നവരിങ്ങനെ നോക്കി കാണുകയാണെങ്കിൽ നമ്മൾ വവ്വാലിൻ്റെ അവസ്ഥയിലായിരിക്കും അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു വേണ്ടത് ഇങ്ങനെ അല്ലടാ, ഇതൊന്നും ഇങ്ങനെ അല്ലടാ, എനിക്ക് അറിയായിട്ടാണടാ എന്ന് പറയുമ്പോൾ എന്തറിയായിട്ട് ഈ എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ വവ്വാൽ കഷ്ടപ്പെടില്ലേ. കുറച്ച് സമയത്തേക്ക് കാഴ്ച കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച സിദ്ധിക്കാൻ ഉള്ള വഴിയാണ് ഹൃദയത്തിൻ്റെ വഴി, ഉൾക്കാഴ്ചയുടെ വഴി, അകക്കണ്ണിൻ്റെ വഴി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവത്തെ നിങ്ങൾ ഹൃദയത്തിൻ്റെ അകത്ത് തന്നെ അന്വേഷിക്കണം എന്ന് പറയാനുള്ള കാരണം, ഈ പരിമിതമാക്കപ്പെട്ട കാഴ്ചയില്ലാത്ത വവ്വാൽ എങ്ങനെ സത്യം അറിയും? ദൈവം നീതിമാനാണല്ലോ, അത് അറിയിച്ചേ പറ്റുമല്ലോ. അത് അറിയിക്കാനുള്ളതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ദൈവം എന്ത് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കണം എന്ന് പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, കുറേ നിയമങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് ആ ബേസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അത് അറിയിക്കാൻ തന്നെ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾക്ക് ഈ വവ്വാലിൻ്റെ ലോകത്ത് ജീവിക്കുമ്പം കാഴ്ച ഉള്ള ആൾക്കാരുടെ ലോകം എന്താണെന്ന് നമുക്ക് അറിയൂല, ഒരിക്കലും അറിയില്ല. മറ്റേ മോഹൻലാലിൻ്റെ ഗുരു സിനിമയിൽ പറഞ്ഞ പോലെയാണ്, അവിടെ കാഴ്ച ഉണ്ട് എന്ന് പറഞ്ഞാൽ നീ എന്ത് വിവരക്കേടാ പറഞ്ഞുകൊണ്ടിരിക്കണം, അങ്ങനെ ഒരു സംഭവമോ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ബുദ്ധനെ ആളുകൾ ഓടിച്ചു. കാരണം എന്താ, വവ്വാലിൻ്റെ ലോകത്ത് വന്നിട്ട് ഇതൊന്നല്ലടേ ഈ ലോകം എന്ന് പറഞ്ഞാൽ പിന്നെ ഇത്രയും കാലം നമ്മൾ ജീവിച്ചതല്ലാണ്ട് പിന്നെ ഏതാ ലോകം എന്ന് ചോദിക്കുമ്പം അവർ ഓടിച്ചു. ഇത് ഈ കാഴ്ച തന്നെ ഉണ്ടാവണമെന്നില്ല കേട്ടോ, ഇതിലേക്കുള്ള സൂചനയാണ് ഇങ്ങനത്തെ കാഴ്ചകൾ. ഇപ്പം പറഞ്ഞ ഈ ബോധത്തിൻ്റെ കാഴ്ചയൊക്കെ നമുക്ക് വിടാം, പക്ഷെ അതിൻ്റെ ചെറിയൊരു സൂചനയാണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ വിഷനറീസ് ആയിട്ടുള്ള ദീർഘവീക്ഷണമുള്ള കുറേ ആൾക്കാരുണ്ടായിരിക്കും. അവർ ഇപ്പോഴത്തെ ലൈഫിനെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പോയാൽ എന്ത് സംഭവിക്കും, ഇങ്ങനെയൊക്കെ ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം ഈ സമുദായത്തിന്, ഈ സൊസൈറ്റിക്ക് എന്ന് കരുതിയിട്ട് മുൻകൂട്ടി തന്നെ ചില കാര്യങ്ങൾ ആവിഷ്കരിച്ച് ഇവിടെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇപ്പം എന്തിനാ നമ്മളെ നാട്ടിൽ എന്ന് ചിന്തിക്കും. നിങ്ങൾക്ക് വട്ടാണെന്ന് പറഞ്ഞിട്ട് ഇവരെ വേറെ എന്തൊക്കെയോ ആശയങ്ങൾ അവരെടുത്ത് പുറത്തിട്ടെ എന്നൊക്കെ പറയും. പക്ഷെ കുറേ കഴിയുമ്പോഴായിരിക്കും ഈ പുറത്താക്കപ്പെട്ടവരുടെ കാഴ്ചകൾ പിന്നീട് പുലർനെ കാണാൻ പറ്റും. അതാണ് കാലത്തെ അതിജയിക്കുന്ന ആൾക്കാർ, സമയത്തെ അതിജയിക്കുന്ന ആൾക്കാർ. ഇത് ഞാനീ പറഞ്ഞ ത്രികാലജ്ഞാനമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധൻ്റെ ബുദ്ധിയോ ഒന്നുമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരിൽ പോലും ഈ അകക്കാഴ്ചയുടെ വൈകിട്ട് പുലരുന്ന, വൈകിട്ട് മനസ്സിലാക്കുന്ന ചില ബോധ്യപ്പെടലുകളുണ്ട്. അങ്ങനെയാണ് ഈ ലോകം എപ്പോഴും നിൽക്കാറുള്ളത്. നമ്മളുടെ ലൈഫ് തന്നെ ഞാൻ ഇന്നലെ സെഷനിൽ പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പിറകോട്ട് നോക്കുന്ന സമയത്ത് അന്ന് മനസ്സിലാക്കിയ റിയാലിറ്റി, അതേ ലൈഫിനെ ഇപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന റിയാലിറ്റി രണ്ടും രണ്ടാണ്. 5ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത്
5 രൂപയുടെ നാണയവും 10 രൂപയുടെ നോട്ടും തന്നപ്പം എനിക്ക് 5 രൂപ മതി എന്ന് പറഞ്ഞ് വാശി പിടിച്ച നമ്മുടെ റിയാലിറ്റിയിൽ അന്ന് അത് തന്നെയാണോ 5 രൂപ തന്നെ വലുത്. ആര് വന്ന് മോനെ വാവ ഇത് അങ്ങനെ അല്ലടാ എന്ന് പറഞ്ഞാൽ ഈ വാവക്ക് പറ്റിയില്ല. പക്ഷെ ഇപ്പം നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ എന്താ പറയുക, അന്ന് 100 കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് കിട്ടിയില്ല, ഞാനത് നഷ്ടപ്പെടുത്തി. കാരണം എൻ്റെ ബോധം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപേണ സാധാരണക്കാരിൽ പോലും ആക്ച്വലി ആ വിഷൻ എന്ന ഡയമെൻഷനിൽ പോകുമ്പോൾ നമ്മൾ അകത്ത് നിന്നും മനസ്സിലാക്കുന്ന കുറച്ച് റീസണിങ് എലമെൻറ്റുകളുണ്ട്. അതെല്ലാവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വഴിയെ അല്ലെങ്കിൽ ഈ കാഴ്ചയെ കണ്ടെത്താനുള്ള എല്ലാവർക്കും നൽകിയിട്ടുള്ള ഗിഫ്റ്റാണ്. കാരണം നമ്മൾക്കാണ് കണ്ണ്, കാത്, സംസാരം എന്ന് പറയുന്ന ഡിവൈസ് തന്നത്, സെൻസ് തന്നത്. സെൻസ് എന്ന് പറഞ്ഞാൽ കാഴ്ച, കേൾവി എന്നുള്ളത് ജസ്റ്റ് ഒരു ഡിവൈസ് മാത്രമാണ്. ഈ ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റിയെ നമ്മൾ വീട്ടിലേക്ക് എത്തിച്ച് കഴിഞ്ഞാൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ ബൾബ്, ഫാന്, റെഫ്രിജറേറ്റർ, AC, വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഇലക്ട്രിസിറ്റി എത്തിയിരിക്കുന്നു. അതിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് കണ്ണ്, കാത് എന്നുള്ള രീതിയിൽ തന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് ആകെ അറിയുന്നത് 5 സെൻസാണ്. ഇതല്ലാത്ത വേറെ ഏതെങ്കിലും ടൈപ്പ് സെൻസുകൾ ഉണ്ടെങ്കിലോ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? വേറെ രീതിയിൽ കാര്യങ്ങൾ അറിയാനുള്ള, ഗ്രഹിക്കാനുള്ള വേറെ ഇന്ദ്രിയങ്ങൾ ഉണ്ടെങ്കിലോ? അങ്ങനത്തെ ഇന്ദ്രിയങ്ങളെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. അതൊരു എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നല്ല. വവ്വാലിന് നമ്മളെ കണ്ണെന്ന് പറഞ്ഞാൽ അതീന്ദ്രിയ ജ്ഞാനമാണ്. അപ്പോൾ നമ്മളാരാ വവ്വാലിന്? ഭയങ്കര ജ്ഞാനികളാണ്. ഈ ലോകത്തെ വേറെ രീതിയിൽ അവർ കാണുന്നു. അവരാണ് ഈ ലോകത്തെ ഇത്രയും ഭംഗിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ. അവർ കാണുന്ന ഭംഗിയിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ ഓരോരുത്തരും അവരുടെ സെൻസുകളുടെ പരിമിതിക്കനുസരിച്ചിട്ടാണ് ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സെൻസും ഫുള്ളല്ല. ഈ 5 ഓപ്പറേറ്റിംഗ് സെൻസുകൾ എന്ന് പറഞ്ഞാലും ലിമിറ്റഡ് ആയിട്ട് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻസ് ഏതാണ്? ആ സെൻസാണ് പറഞ്ഞത് സ്റ്റിൽനെസ് ഉറക്കിക്കിടക്കുന്ന, സ്റ്റിൽനെസ്സിൻ്റെ സീക്രട്ട് കിടക്കുന്ന സെൻസ്. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് മരിച്ചുപോയി, ഇതിൻ്റെ ഇടയ്ക്ക് അറ്റ്ലീസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിക്കാനെങ്കിലും പറ്റണ്ടേ? അറ്റ്ലീസ്റ്റ് ഇങ്ങനൊന്ന് ചിന്തിക്കാനെങ്കിലും പറ്റണ്ടേ? ഇങ്ങനൊന്ന് മനസ്സിലാക്കാൻ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊന്ന് ഗ്രഹിക്കാനോ ചിന്തിക്കാനെങ്കിലും പറ്റണ്ടേ? ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുമ്പോഴെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ഇപ്പോഴുള്ള നമ്മുടെ കാഴ്ചയും കേൾവിയും തന്നെ കുറച്ചുകൂടി വിശാലതയിലെത്തും. ഈ ഹൃദയം വിശാലമാവുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ള, ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ പാകത്തിനപ്പുറത്തുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം നമ്മുടെ ഇന്ദ്രിയത്തിൻ്റെ ചർച്ചയിലേക്ക്. അപ്പോൾ മാത്രമേ നമ്മുടെ സെൻസുകളൊക്കെ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. കണ്ണ് കാണാത്ത ആൾക്കാർക്ക് കേൾവി ശക്തി കൂടുതൽ പഠിച്ചം കൊടുക്കും, അങ്ങനെയല്ലല്ലോ. എല്ലാവർക്കും കണ്ണ് കാണാത്തവർക്കുള്ള അത്രയും കേൾവി ശക്തി ഉണ്ട്. പക്ഷെ കണ്ണില്ലാത്തത് കൊണ്ടാണ് അവർ കേൾവി ശക്തിയെ കൂടുതൽ ഉപയോഗിച്ചത്. അപ്പോൾ അവർ ഈ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് അതിനേക്കാളും കൂടുതൽ ഈ ലോകത്തെ കേൾവിയിലൂടെ അറിയാൻ ശ്രമിച്ചപ്പം സാധാരണക്കാർക്ക് ഉള്ളതിനേക്കാളും കൂടുതൽ കാൽക്കുലേഷൻ കണ്ണില്ലാതെ തന്നെ കണ്ണുള്ളവർ നടക്കുമ്പോൾ അവർ പെർഫെക്റ്റ് ആയിട്ട് എവിടെയും തട്ടാതെയും മുട്ടാതെയും നടക്കുന്നത് കാണുമ്പം നമ്മൾ അത്ഭുതപ്പെടും. ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള, ഇപ്പം ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുമ്പം ഇതിൻ്റെ ഫുൾ സാധനം മനസ്സിലാക്കാതെ ചില ആൾക്കാർ പറയും, ഇയാളെന്ത് തേങ്ങ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്ത് പരം, എന്ത് ബൗദ്ധം എന്നൊക്കെ പറയും, ഇതെന്താ സാധനം ചോദിക്കും. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ 5 സെൻസുകളുടെ പരിമിതിക്കുള്ളിൽ ഉള്ള ബുദ്ധി കൊണ്ടാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വവ്വാല് ചോദിക്കണ പോലെ നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോക്കിക്കാണാൻ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടല്ലോ. ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ്. അപ്പം 5 ഇന്ദ്രിയങ്ങൾക്കപ്പുറത്തേക്ക് 6ാമത്തെ ഇന്ദ്രിയ തലത്തിലേക്ക് കടന്നു പോകാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക കാഴ്ചയെക്കാളും കേൾവിയെക്കാളും ചിന്ത എന്ന സെൻസിനെയാണ്. ചിന്ത ഒരു സെൻസാണ്. ആക്ച്വലി ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു സെൻസാണ്. അപ്പോൾ കണ്ണുകൊണ്ടും കാതുകൊണ്ട് കേൾക്കുന്നതും കണ്ണുകൊണ്ട് കാണുന്നതിനൊക്കെ നമ്മൾ ചിന്തയിൽ ഏത് ബോധത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതിനെ നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കണോ അതിനനുസരിച്ചിരിക്കും നമുക്ക് ഈ പരന്ന ബോധത്തെ മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പണിങ്. സോ ദാറ്റ് സീക്രട്ട് ആക്ച്വലി ലൈസ് ഇൻ ദ ഹാർട്ട്. അത് നമ്മുടെ ഹൃദയത്തിലാണ് കേൾക്കുന്നത്. അപ്പോൾ ചില ആൾക്കാർ വീണ്ടും ഈ 5 സെൻസിൻ്റെ പരിമിതിയിൽ വെച്ചുകൊണ്ട് വീണ്ടും ചോദിക്കും, അത് നമ്മളുടെ ഹൃദയത്തിലാണ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നില്ലേ, അപ്പോൾ ആൾ മാറോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയില്ലേ, ഈ വവ്വാലിന് കണ്ണെന്താ എന്നറിയില്ലെങ്കിൽ തൽക്കാലം മനസ്സിലാക്കാൻ നമ്മളൊരു കണ്ണിനെ പറ്റി പറയും, ഇങ്ങനൊരു കണ്ണ്. അപ്പോൾ അത് ചിലപ്പോൾ വേണമെങ്കിൽ പേരിനൊരു കണ്ണായിരിക്കും. അപ്പോൾ ഈ കണ്ണ് മാറ്റിയിട്ട് അപ്പോൾ കാഴ്ച മാറോ എന്ന് ചോദിക്കുന്നത് പോലെ അത്ര അതിൻ്റെ ലിമിറ്റ് അത് വളരെ പരിമിതമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ഹൃദയം, ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് CCTPയിൽ കോച്ചസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഹൃദയം ലെഫ്റ്റ് ആയാലും വല്ല സങ്കടം ഉണ്ടോയെന്ന്.
ഇപ്പോൾ ചിലവർക്കൊക്കെ സങ്കടമുണ്ട്, ചിലർക്ക് റൈറ്റ് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം റൈറ്റായിട്ട് ചെയ്യാൻ, റൈറ്റ് എന്നുള്ളതിനോട് ഭയങ്കര ഇതായതുകൊണ്ട് തന്നെ ഹൃദയം മാത്രം എന്തേ ലെഫ്റ്റ് ആക്കി, അതും കൂടി ഒന്ന് റൈറ്റിലായിരിക്കും കുറച്ചുകൂടി ഭംഗിയായിരുന്നു ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ആക്ച്വലി അതിനൊരു രസകരമായിട്ടുള്ളൊരു മിസ്റ്റിക്കൽ നെറേഷൻ ഉണ്ട്, നല്ല രസമുള്ള നെറേഷൻ. അതിൽ പറയുന്നത് ഈ ഹൃദയം ഇങ്ങനെ ഇടത്തേക്ക് ചാഞ്ഞിങ്ങനെ കിടക്കുകയാണ് അല്ലേ. അപ്പം നമ്മളിങ്ങനെ അല്ലേ ഹൃദയത്തെ എടുക്കാം, ഇങ്ങനെ അല്ലേ, ലെഫ്റ്റിലേക്ക് ചാഞ്ഞ് കിടക്കുകയാണ്. ഈ ലെഫ്റ്റ് ഹൃദയം എന്ന് പറയുന്നത് ഈ മാംസ കഷ്ണമാകുന്ന ശരീരവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. പക്ഷേ ഇവിടെ തന്നെ ഈ ശരീരം പോലെ തന്നെ നമുക്ക് ഒരു എനർജി ബേസ് ചെയ്ത് ഒരു സ്പിരിച്വൽ ഹാർട്ട് നമുക്കുണ്ട്. സ്പിരിച്വൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ കാണുന്ന ഹാർട്ടല്ല, ഈ കാണാൻ പറ്റുന്ന ഹാർട്ടല്ല. അത് നേരത്തെ പറഞ്ഞ സിക്സ്ത് സെൻസ് എന്ന് പറഞ്ഞ പോലെ ഓപ്പറേറ്റ് ചെയ്യുന്നൊരു സ്പിരിച്വൽ ഹാർട്ടാണ്. അത് ആക്ച്വലി സങ്കല്പിക്കപ്പെടുന്നത് നമ്മളെ റൈറ്റ് സൈഡിലുണ്ട് എന്നാണ് ഇവിടെ. അത് വെറുതെ കാലിയാക്കിയതല്ല, മിസ്റ്റിക്കൽ നറേഷനിൽ ഇവിടെ നമുക്കൊരു ഹാർട്ട് ഉണ്ട്, ഇത് ലെഫ്റ്റ് ഹാർട്ട്, ഇവിടെ എന്തുണ്ട്, ഒരു റൈറ്റ് ഹാർട്ട് ഉണ്ട്. അപ്പോൾ ചിലവർക്കൊക്കെ ഒരു സമാധാനമായിട്ടുണ്ടാവും, ഹാവ് അപ്പോൾ ഇവിടെ ഒരു സാധനം ഉണ്ട്. എനിവേ ഈ രണ്ട് ഹാർട്ടുകളും ഇങ്ങനെ ഒന്നിങ്ങോട്ടും ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇതിനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സാധനം കിട്ടും. പലർക്കും അറിയാറുണ്ടായിരുന്നില്ല ഇതെന്തുകൊണ്ടാണ് ഹാർട്ട് എങ്ങനെ ലവ്, ഈ സാധനം എങ്ങനെ. ആക്ച്വലി രണ്ട് ഹൃദയങ്ങളെ ഇങ്ങനെയുള്ള ഹാർട്ട് ഇങ്ങനെയുള്ളതിന് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന കണക്ഷനാണ്, അപ്പോഴാണ് ലവ് പൂർണ്ണം പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ലെഫ്റ്റ് ഹാർട്ട് മാത്രം, ഹാർട്ടിൻ്റെ ഘോഷയാത്ര ആയല്ലോ നമ്മൾ ഓക്കെ ശരി പെട്ട്. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാർട്ടും റൈറ്റ് ഹാർട്ടും കൂടുന്ന സമയത്താണ് നമ്മൾ പൂർണ്ണമാണ്. ദാറ്റ് മീൻസ് നമുക്കൊരു സ്പിരിച്വൽ ഹാർട്ട് ഉണ്ട്. ഈ സ്പിരിച്വൽ ഹാർട്ടിലാണ് ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ദൈവത്തിൻ്റെ രഹസ്യങ്ങളും എന്ന് തുടങ്ങിയിട്ടുള്ള ഈ പ്രപഞ്ചത്തിനൊന്നും ആകാശത്തിനും ഭൂമിക്കൊന്നും ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റൂല. പക്ഷേ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് അതിനെ ഉൾക്കൊള്ളാൻ പറ്റും. അതുപോലെ തന്നെ കിങ്ഡം ഓഫ് ദ ഗോഡ് ഈസ് വിത്തിൻ യു, ദൈവത്തിൻ്റെ സാമ്രാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്, സത്യം നിൻ്റെ അകത്താണ് എന്നൊക്കെ പറയുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ ഹാർട്ടിൻ്റെ സ്പിരിച്വൽ ഹാർട്ടിൻ്റെ സെൻസ് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അത് ആക്ച്വലി വവ്വാലിൽ നിന്ന് മാത്രമല്ല കല്ലിന് വരെ ആ ഒരു ഹാർട്ടുണ്ട്, കല്ലിന് വരെ ആ ബോധമുണ്ട്, മണ്ണിന് വരെ ആ ബോധമുണ്ട്, കാറ്റിന് വരെ ആ ബോധമുണ്ട്. നമ്മൾ പ്രപഞ്ചത്തിൻ്റെ പരിധിക്കുള്ളിൽ ഓടിക്കളിക്കുന്നതിൻ്റെ ഇടയിൽ എന്തുകൊണ്ട് മഴ പെയ്തു ചോദിച്ചാൽ മറ്റേ സയൻസിലെ ഡെഫിനിഷൻ നമ്മൾ കൊടുക്കും, കടലിൽ നിന്നും നീരാവി ആകാശത്തേക്ക് പോയി അതെന്തായി മാറി, കാർമേഘമായി മാറി, കാറ്റതിനെ ഓടിച്ച് പോടാ എന്ന് പറഞ്ഞിട്ട് ഇന്ന് കേരളത്തിൽ പെയ്തോട്ടെ. അപ്പം അതിന് കാറ്റിന് മൂവ് ചെയ്യാൻ പ്രഷർ വേണം, അപ്പം ന്യൂനമർദ്ദം ഒക്കെ ഉണ്ടായിട്ട് കടൽ അതിനുള്ള മർദ്ദം കൂടി സെറ്റ് ചെയ്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഓടിച്ച് ഇന്ന് വയനാട് ബിം പോരട്ടെ എന്ന് പറഞ്ഞിട്ട് മലൻ്റെ മണ്ടേ പോയിട്ട് അങ്ങ് ഇടുമ്പോഴേക്ക് അത് സംഭവിക്കുന്നു. വീണ്ടും ഈ വെള്ളമൊക്കെ നാരായണത്ത് പ്രാന്തം കല്ലുരുട്ടിയ പോലെ മുകളിൽ കൊണ്ടെത്തിച്ച് വീണ്ടും ഇങ്ങനെ വന്ന് തോടായി പുഴയായി എങ്ങോട്ടാ പോണേ, വെന്ന വയ്ക്കണം, അവൻ അവിടെ നിന്നാൽ പോരേനോ. അല്ല, പർപ്പസ് അങ്ങനെയാണ്, ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വരണം പറഞ്ഞിരിക്കുന്നത്. വീണ്ടും പോയിട്ട് ഇവർ കടലിൽ പോയിട്ട് ഇങ്ങനെ ചേരും. പിന്നെന്താ ചോദിക്കുക, ഇനിയിപ്പോൾ എന്താ പരിപാടി, കടലിരുന്ന് ബോറടിച്ച് ഇനി ഒന്ന് ഞാൻ തുള്ളിയായിട്ട് ഒന്നുകൂടി അനുഭവിക്കട്ടെ, അപ്പോൾ വീണ്ടും എന്നാൽ കയറിക്കോ പൊന്തിക്കോ എന്നാൽ വീണ്ടും പോകുന്നു. ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ സൈക്കിൾ. ഇതാ നമ്മളുടെ ഈ മഴയുടെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ. എന്നാൽ ആലോചിച്ച് നോക്കിയേ, വയനാട് ഇന്ന ദിവസം ഇന്ന സമയത്ത് മഴ പെയ്യണം എന്ന് വയനാട്ടേക്ക് ആ കാർമേഘത്തെ ചലിപ്പിക്കുന്നൊരു ബോധമുണ്ട്. ഇപ്പോൾ കാറ്റ് പ്രകൃതിദത്തമായിട്ട് സംഭവിക്കുന്നതാണ്. ഈ പ്രകൃതിയെ മൊത്തത്തിലൊരു പ്രതിഭാസമായി കാലാവസ്ഥയായിട്ട് അത് തെറ്റാതെ സംഭവിക്കുന്നുണ്ട്. ജൂൺ ജൂലൈയിൽ തന്നെ മഴ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് ജനുവരിയിലൊന്നും അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, ഡിസംബറിലൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സാധാരണഗതിയിൽ ആ പ്രകൃതിയുടെ ബോധത്തിന് അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ കാറ്റും നിയന്ത്രണത്തിലാണ്, വെളിച്ചവും നിയന്ത്രണത്തിലാണ്, എല്ലാം നിയന്ത്രണത്തിലാണ്. അത് ആരുടെ നിയന്ത്രണത്തിലാണെന്ന് ചോദിച്ചാൽ നമ്മളുടേതല്ല. ആരാണോ അതിനൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് അവരെ ബി ആൻഡ് ഇറ്റ് ഈസ് എന്ന ഇൻസ്റ്റലേഷൻ കൊടുത്തിട്ട് അങ്ങോട്ട് വിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മഴയാവുക എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും കൂടി ചേർന്ന് എന്തോ ഇൻസ്ട്രക്ഷൻ വന്നിരിക്കണം. അപ്പോൾ കടൽ മഴ ചോദിച്ചിരിക്കണം, എന്നാ നീരാവി ഉണ്ടാക്കിക്കൂടി. ഇത് എപ്പോഴത്തേക്കാണ് ഉണ്ടാക്കണത്, ഓഗസ്റ്റ് 12 മഴ വേണ്ടത്. അപ്പോൾ എപ്പം തുടങ്ങണം പരിപാടി, ജൂലൈ 2 തന്നെ തുടങ്ങണം. അപ്പോൾ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഡെലിവറി ചെയ്യേണ്ടത് എവിടെയാണ്, ഡെലിവറി ചെയ്യേണ്ടത് എറണാകുളത്ത്, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നേരത്തെ പോകണം. ഇതൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾക്കിതൊന്നും അറിയില്ല. അപ്പം നോക്കിയേ, ഇവിടെ ഒരു കാറ്റ് വീശുന്ന സമയത്ത് ഈ കാറ്റിന് പോലും പർപ്പസ് ഉണ്ട് അല്ലേ, ആ ഒരു കാറ്റിന് പോലും പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് ആ കാറ്റ് പോലും അറിയാതെ ആ കാറ്റിനെ പടച്ചവൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് ഈ ഫുൾ സൃഷ്ടിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ പറയുന്നത്, കല്ലിന് പോലും പർപ്പസ് ഉണ്ട്. ഒരു തേങ്ങ ഒരാളെ തലയിൽ വീണ് അയാൾ മരിക്കണമെങ്കിൽ ആ തേങ്ങൻ്റെ ഫോഴ്സ് എന്തൊക്കെ കറക്റ്റായിട്ട് വരണം, റൈറ്റ് ആയിട്ട് വരണം. മനസ്സിലായില്ലേ? നമ്മൾ പറയുമ്പോൾ മറ്റേ അസ്രായേൽ വന്നിട്ട് അങ്ങ് പിടിക്കുക എന്ന് പറയും. പക്ഷെ അതിന് ഇവിടെ ഒരു സാധനം സെറ്റാണ്.
അപ്പോൾ ആ ടൈം കറക്റ്റാക്കി വെച്ചിരിക്കുന്നത്. നേരാവണ്ണം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് കാലൊന്ന് മാറിപ്പോവാണ്, ബ്രേക്ക് മാറി ആക്സിലേറ്റർ കൊടുക്കുന്നു. ആ ഒരു പെട്ടെന്നുള്ള ഷിഫ്റ്റ് അവൻ പോലും അറിയാതെ അവനൊന്നും ചലിപ്പിക്കണമെങ്കിൽ അവൻ്റെ ബോധം അവനിൽ മാത്രമല്ല നിൽക്കുന്നത്. ഇന്ന് എൻ്റെ കാറ് ഓടിയിട്ട് മറ്റേ സാദിക്കിൻ്റെ മേലും കയറിയിട്ട് സാദിക്കിൻ്റെ ഉറക്കം പോകുന്ന അവസ്ഥയിലേക്ക് ഞാൻ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കുറേ കാര്യങ്ങൾ സംഭവിക്കണം. അവിടെ ഒന്ന്, സാദിക്കിൻ്റെ ഉറക്കം പോവുക എന്ന പ്രതിഭാസത്തിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ കാറും അല്ലേ ഇവിടുത്തെ റോഡും ഒക്കെ ഒരുമിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ എല്ലാവർക്കും അതിൽ പങ്കിടും. ദാറ്റ് മീൻസ് ഇവിടെയുള്ള സർവ്വചരാചരങ്ങൾക്കുള്ളിലും നമ്മുടെ ഈ യുക്തിയുടെ അല്ലെങ്കിൽ 5 സെൻസുകളുടെ ബോധത്തിനപ്പുറത്തേക്കൊരു ബോധമുണ്ട്. അതാണ് എവ്രിതിങ് ഈസ് കോൺഷ്യസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എവ്രിതിങ് ഈസ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പം നമ്മൾക്കാകെ വരെ 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നോക്കിയേ, അനങ്ങാതിരിക്കുന്ന ചലിക്കാതിരിക്കുന്ന ഈ സീറ്റ് പോലും അല്ലേ, ഇതിൽ പോലും എന്തുണ്ട്, കോൺഷ്യസ്നെസ് ഉണ്ട്. ഈ കോൺഷ്യസ്നെസ് ഊർജ്ജത്തിലാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ എവ്രിതിങ് ഈസ് കോൺഷ്യസ് എന്നുള്ളതാണ്. ഹൈഡ്രജനും ഓക്സിജനും കൂടിയിട്ട് വെള്ളം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇവരെന്നെ കൂടണമല്ലോ. അപ്പോൾ വെള്ളത്തിനൊരു ബോധം ഉണ്ട്, എന്ത്, ഹൈഡ്രജനും ഓക്സിജനും കൂടിയാലേ നമ്മൾ ആരാവുള്ളൂ, വെള്ളമായിട്ട് മാറുള്ളൂ എന്നത് അവരിൽ ഉറപ്പിച്ചിട്ടുള്ള കോൺഷ്യസ്നെസ്. ഹൈഡ്രജനോട് പറയണേ നീ ഹൈഡ്രജനാ, പേരൊന്നുമില്ല, നീ ഒരു സാധന, ഓക്സിജൻ നീ വേറൊരു സാധന. ആൾക്കാർ അതിനെ ഹൈഡ്രജനോ ഓക്സിജനോ എന്തെങ്കിലും പേരിട്ട് വിളിക്കും. പക്ഷെ നിങ്ങൾ ഈ സാധനങ്ങളില്ലേ, നിങ്ങൾ രണ്ടാളും വിവാഹം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ജലം ഉണ്ടാകും എന്നുള്ളത് അതിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. സോഡിയത്തിൻ്റെ കാര്യങ്ങൾ ഉറപ്പിച്ചിരിക്കണം, അത് എന്തിന് വർക്ക് ചെയ്യണം എന്നുള്ള സംഭവം ഉറപ്പിച്ചിരിക്കണം. അതുകൊണ്ട് സോഡിയം എടുത്തിട്ട് വെള്ളത്തിൻ്റെ പ്രതിഭാസത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല. ഓരോന്നിനും, ഓരോ മൂലകങ്ങൾക്കും, ഓരോ ആറ്റങ്ങൾക്കുള്ളിൽ പോലും നീ എന്താണ്, നിൻ്റെ പർപ്പസ് എന്താണ്, അതിനൊരു കോൺഷ്യസ്നെസ് കൊടുത്തോണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും വെള്ളം ജിലേബിയായിട്ട് തോന്നുന്നില്ലല്ലോ. കാരണം എന്താ, വെള്ളത്തിൻ്റെ ബോധം ഏതാണ്, വെള്ളത്തിനൊരു ബോധമുണ്ട്. വെള്ളപ്പം തൊട്ടാലും ആ വെള്ളത്തിൻ്റെ ഫീലിംഗ് വരും, അതൊന്നും അത് മാറുന്നില്ല. കാരണം അതിന് ഉറപ്പിക്കപ്പെട്ട ഒരു കോൺഷ്യസ്നെസ് അതിൽ കിടക്കുന്നുണ്ട്. ഈ എല്ലാത്തിനുള്ള എവരിതിങ് കോൺഷ്യസ് എന്ന് പറയുമ്പം കല്ലും കാറ്റും മണ്ണും മണലും അല്ലെങ്കിൽ കുന്നും ഇലയും പറവകളും പക്ഷി മൃഗാദികളും സസ്യലതാദികളും പുഴയും എല്ലാവരും കൂടി ചേർന്ന സമയത്ത് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് എന്തോ ഒരു സംഭവം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സെറ്റിങ്ങിൽ നമ്മളും പങ്കെടുക്കാമെന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മളിപ്പോൾ ഇവിടെ എന്തിനാണ് ജീവിക്കുന്നത് ചോദിച്ചാൽ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു കോൺഷ്യസ്നെസ് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒറ്റയ്ക്കുള്ള ആക്ടിവിറ്റി മാത്രമല്ല ഉള്ളത്, ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ന്യൂക്ലിയർ ആയിട്ടുള്ളതിനപ്പുറത്തേക്ക് ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ആക്ച്വലി ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെറ്റാ സയൻസുകൾ അല്ലെ മെറ്റാ ഫിസിക്സ് ഒക്കെ വളരെ ഡീറ്റെയിൽ ചെയ്ത് പറയാറുണ്ട്. മനുഷ്യൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് അവനിൽ മാത്രം കണക്ട് ചെയ്തിട്ടുള്ള കേൾക്കണം. മനുഷ്യൻ്റെ ബ്രെയിനിൻ്റെ സെൻസുകൾ, ബ്രെയിനിൻ്റെ എനർജി ഓപ്പറേഷൻസ്, സിഗ്നൽ ഓപ്പറേഷൻസ് ലോകത്തിലുള്ള സർവ്വ ബ്രെയിനുകളായിട്ട് കണക്റ്റഡാണ്. സർവ്വ ബ്രെയിനുകളുമായിട്ട് അത് കണക്റ്റഡാണ്. നിങ്ങൾ നോക്കിയേ, മഴ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്ട്രെച്ച് അല്ല അല്ലേ. മഴ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ വരിയായിട്ട് വരുന്നുണ്ടായിരിക്കും, പക്ഷെ അത് ഓരോരോ തുള്ളികളല്ലേ, ഓരോ തുള്ളികൾ ചേർന്നിട്ടല്ലേ ഉണ്ടാണ്. നോക്കിയാൽ നമുക്ക് ഈ ഗ്ലാസ്സിലത്തെ വെള്ളം ഓരോ തുള്ളിയായിട്ട് ഇങ്ങനെ എടുത്താൽ ഒരു തുള്ളിയായിട്ട് ഇങ്ങനെ പോകും. പക്ഷേ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് വെള്ളമാണ്, മൊത്തത്തിൽ നോക്കുമ്പോൾ ഇത് നിറഞ്ഞിരിക്കുന്ന വെള്ളമാണ്. പക്ഷെ ഇത് ഓരോ തുള്ളികൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇവർ വെള്ളം എന്ന അവസ്ഥയിൽ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കറിയാൻ പറ്റി ഇവിടെ എന്താ സംഭവിക്കുന്നത്, ലിക്വിഡ് ദ്രാവക അവസ്ഥയിൽ മോളിക്യൂളുകൾ, തന്മാത്രകൾ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുക. ഇവരെല്ലാവരും ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതുകൊണ്ടുള്ള അനുഭവമാണിത്. എന്നാൽ ഈ ഗ്ലാസ്സോ ഈ വെള്ളം പോലെ ചലിക്കാത്ത എന്തുകൊണ്ടാണ്, ഇവരിലുള്ള തന്മാത്രകൾ തീരെ അകലില്ലാണ്ട് അടുപ്പിച്ചിരിക്കുക, സ്ട്രോങ് ആക്കി അങ്ങ് അടുപ്പിച്ച് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ കാണുമ്പോൾ ഫുൾ ഗ്ലാസ്സാണ് കാണുന്നത്. ആക്ച്വലി ഇത് ഫുൾ ഗ്ലാസ് അല്ല, ഒരുപാട് കോടിക്കണക്കിന് ഗ്ലാസിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്ന, ഗ്ലാസിൻ്റെ ബോധം തരുന്ന, തൊട്ടാ ഗ്ലാസ് എന്ന് ഫീൽ ചെയ്യിപ്പിക്കുന്ന കോടിക്കണക്കിന് ഗ്ലാസിൻ്റെ ബോധങ്ങളെ ചേർത്ത് വെച്ച അനുഭവം മാത്രമാണിത്. ഇത് പൊടിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ഇല്ലല്ലോ. അപ്പോൾ ഗ്ലാസ് എവിടെ പോയി, ഗ്ലാസ് എന്നുള്ളതൊരു എക്സ്പീരിയൻസ് മാത്രമാണ്. ഈ പൊടിയെ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ആ ബോധം നമുക്ക് ഗ്ലാസ് എന്ന എക്സ്പീരിയൻസ് ആയി തരും. ഇതിനെ കുറച്ചുകൂടി ഷേപ്പ് മാറ്റിയെടുത്താൽ ഗ്ലാസ് തന്നെയാണ് സാധനം, പക്ഷേ ജഗ്ഗായി മാറിയിട്ടുണ്ടായിരിക്കും. തൊടുമ്പം കാണുമ്പോൾ നമ്മളതിന് വേറെ വേറെ പേരുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കല്ലും ഞാനും തമ്മിൽ പ്രത്യക്ഷത്തിൽ വ്യത്യസ്തമായിട്ടിരിക്കുമ്പോൾ തന്നെ പ്രത്യക്ഷത്തിലുള്ള കാഴ്ചക്കപ്പുറത്തേക്ക് നമ്മളൊക്കെ ഒന്നായിരിക്കുന്ന ഒരു സാധനമുണ്ട്. ആ ഒന്നിൽ നിന്നാണ് ഏകനായ ദൈവത്തിൻ്റെ എല്ലാം സൃഷ്ടിച്ച് ഏകം കൽവിതം ബ്രഹ്മ എന്ന് പറയുന്ന എല്ലാം സൃഷ്ടിച്ച് വ്യത്യസ്തമായി സൃഷ്ടിച്ച് ആ വ്യത്യസ്തതക്കുള്ളിലൊക്കെ തന്നെ നിങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ഒന്നായിരിക്കുന്നുണ്ട് എന്ന് ഓർമ്മ ഒളിപ്പിച്ച് വെച്ചിട്ട് ദൈവം ഒറ്റയ്ക്ക് ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ അവന് ഒന്നിൻ്റെ പാഠം പഠിക്കുന്നതിലൂടെ എൻ്റെ ഉള്ളിൽ അനേകായിരമായിട്ടുള്ള ബോധങ്ങൾ ഹൃദയത്തിലും കണ്ണിലും ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഇതൊക്കെ അനേക ബോധങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം ഈ അനേകമായ ബോധങ്ങൾ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അനേകമായ ബോധത്തെ ചലിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ബോധം എന്താണ് എന്ന് ചിന്തിച്ചു നോക്കിയാൽ. ഇപ്പോൾ എനിക്കാണ് ജനീജയോട് എനിക്ക് സംസാരിക്കുകയാണ് ഒരു കാര്യം കൺവേ ചെയ്യാൻ, എൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ ലിമിറ്റേഷൻ, ഒരു കാര്യം കൺവേ ചെയ്യാൻ ജനീജ പിന്നല്ലേ എനിക്ക് ആ മൗസ് ഒന്ന് എടുത്ത് തരുമോ എന്ന് ചോദിക്കുമ്പം എനിക്ക് സംസാരിക്കാനാണ് ഇത്രയും സമയം. അതായത് എൻ്റെ ലാംഗ്വേജ് മലയാളം, ജനീജയും ഹ്യൂമണാണ്, ഒരു കാര്യം പറഞ്ഞെടുത്ത് തരണമെങ്കിൽ ഇത്രയും പറയണമെന്നുള്ളതാണ്. എന്നാൽ ഞാനും ജനീജയും സംസാരിക്കുന്ന ശൈലി വേറെയാണ്, നമുക്ക് രണ്ടാൾക്കും സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ എന്തായിരിക്കും പറയുക, ഇങ്ങനെ ആയിരിക്കും കാണിക്കാം. അപ്പോൾ ജനീജ എടുത്തുകൊണ്ടിരും. ഇപ്പം ഇങ്ങനെ സംസാരിച്ചാൽ നമ്മൾ, ഇതാണ് നമ്മളെ ടൂൾ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ലാംഗ്വേജ് എന്തായിരിക്കും ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതൊരു കണക്ട് ചെയ്യാനുള്ള മീഡിയമാണ്, കണക്ട് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ്. ഇനി അതിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ജനീജയോട് പറയുന്ന എത്ര സമയം, എന്നാൽ എനിക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്തോ ഒരു സാധനം കാക്കങ്ങനെ വന്ന് മുകളിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ അപ്പുട്ടൻ ഓണാവും. ആ സാധനം ഇങ്ങനെ അപ്പം തന്നെ ഞാൻ മാറും, സെക്കൻഡ് കൊണ്ട് മാറും. അവിടെ ഞാൻ ഹായ് കാക്ക, ഇവിടെ എന്ത് സംഭവിക്കാം, എന്തും സംഭവിക്കാം, ഓക്കെ എന്നാൽ ഞാൻ മാറട്ടെ, ഇങ്ങനെയല്ലല്ലോ ചെയ്യണത്. ഈ കാക്കയെ കണ്ട ഉടനെ തന്നെ സ്പോണ്ടേനിയസ്ലി നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അവിടെ കമ്മ്യൂണിക്കേഷൻ എത്ര പെട്ടെന്ന് നടന്ന് കാക്ക എന്തെങ്കിലും പറഞ്ഞു, ഞാനിവിടെ ഉണ്ട് കേട്ടോ, മിക്കവാറും പണി തരാൻ ചാൻസ് ഉണ്ട്, ഒന്നുമില്ലല്ലോ, കാക്കയെ കണ്ട് പ്ലിക്ക് പോയി. ഇത് സെക്കൻഡ് കൊണ്ട് ആ സാധനം നടന്നില്ലേ. അതേ സമയത്ത് ഞാൻ ജനീജനോട് ഇപ്പോൾ പറയാം, ജനീജ എനിക്ക് കുറച്ച് വെള്ളം വേണം, എടുത്തു വരൂ എന്ന് പറയുമ്പോൾ ജനീജ വേണമല്ലേ എന്ന് മനസ്സിലാക്കി പോകണം. അതേ സമയത്ത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വീണു പോവാ, ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക, ജനീജ എവിടെ വെള്ളം, ഓടിപ്പോയി എടുക്കും. ഇവിടെ ഞാൻ ജനീജയോട് പറഞ്ഞോ വെള്ളം വേണമെന്ന്. അപ്പോൾ അവിടെ ജനീജയോട് പറയാതെ തന്നെ ജനീജ കുറച്ച് കാര്യം മനസ്സിലാക്കിയല്ലേ. ഇതാ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യർക്കിടയിൽ തന്നെ ഒരേ കാര്യത്തിന് തന്നെ വ്യത്യസ്തമായ കാര്യങ്ങൾ റീഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നില്ലേ. ഇത് മനുഷ്യർക്കിടയിലും പ്രകൃതിക്കിടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ദൈവം എങ്ങനെയായിരിക്കും, ദൈവത്തിൻ്റെ ലാംഗ്വേജ് എന്തായിരിക്കും? ഏത് മനുഷ്യന്മാർക്ക് ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ദൈവത്തിന് ഏത് ലാംഗ്വേജിലാണ് സംഭവിക്കണേ? ദൈവത്തിന് ആകെ ഒറ്റ ലാംഗ്വേജുള്ളൂ, ബി ആൻഡ് ഇറ്റീസാ, കുൻ ഫയക്കൂൻ. അതേ എന്ന് പറയുമ്പോഴേക്ക് അതായിക്കോളും. അതേ എന്നും പറയണ്ട. ഇനിയിപ്പോൾ അതേ എന്ന് പറഞ്ഞാൽ നമ്മൾ അറബിക്കിലാണല്ലോ കുൻ ഫയക്കുൻ ബി ആൻഡ് ഇറ്റീസ് എന്നാണ്. അത് നമ്മളുടെ ലാംഗ്വേജിൽ നമ്മളത് പറയാം, ബി ആൻഡ് ഇറ്റീസ് ആവുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ബി ആൻഡ് ഇറ്റീസിൻ്റെ ടൈമിങ് വേറെ ആയിരിക്കണം, നമ്മളെ ടൈമിംഗ് അല്ല. മനസ്സിലായില്ലേ? നമ്മളെ ടൈമിങ്ങിൽ നമ്മൾ ബി ആൻഡ് ഇറ്റീസ് ആണ് അല്ലേ. അപ്പോൾ ബി എന്ന് പറയുന്നു, അതാവട്ടെ എന്ന് പറയുന്നു, ആവുന്നു. ഇതാണില്ലെന്ന് പറയുമ്പോൾ അത് ചിന്തിക്കാൻ തന്നെ നമുക്ക് നമ്മളെ ഭാഷയിലാണ് നമ്മൾ ചിന്തിക്കണത്. ദൈവം ഏത് കുൻഫയക്കൂനാണ് പറഞ്ഞത്, ഏത് ബി ആൻഡ് ഇറ്റീസാണ് പറഞ്ഞത് നമുക്ക് ചിന്തിച്ചാൽ എത്തൂല. കാരണം നമ്മുടെ ലാംഗ്വേജിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ബി ആൻഡ് ഇറ്റീസിനെ പോലും എടുത്തുകൊണ്ടിരിക്കുന്നത്, കുൻഫയക്കൂനെ പോലും നമ്മുടെ ലാംഗ്വേജിലേക്ക്, നമ്മുടെ ഈ സെൻസിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിനെ മൊത്തത്തിൽ എന്നെയും നിങ്ങളെയും കല്ലിനെയും കാറ്റിനെയും ഇതിനെ ഒക്കെ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷനിലാണ് എല്ലാവരും. എവ്രി വൺ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ ദ കമാൻഡ് ഓഫ് ബി എന്ന്. ഈ പ്രപഞ്ചം ഉണ്ടാവുക എന്ന് പറഞ്ഞ പോയിന്റ് മുതൽ ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോണത് വരെ, അതിനാണല്ലോ പ്രപഞ്ചം നശിക്കാന്ന് പറഞ്ഞത്. അപ്പോഴാണ് കുറച്ചുകൂടി കിളി പോണ സാധനം, പ്രപഞ്ചം ഉണ്ടായിട്ടുമില്ല നശിച്ചിട്ടുമില്ല എന്ന പോയിന്റിലേക്ക് എത്തുന്നത്. എക്സാമ്പിൾ, ജനീജ എൻ്റെ മുന്നിൽ ഞാൻ കാണുന്നു, ഇപ്പം ജനീജ എവിടെ ഉണ്ട്, കുറച്ച് കഴിഞ്ഞ് മരിച്ചുപോയി. അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ജനീജ എവിടെ ഉണ്ടായിരുന്നു വെച്ചാൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു, ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം എന്ന പോയിന്റിലേക്ക് എത്തുന്നത് പോലെ തന്നെ ഈ പ്രപഞ്ചം ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രൂപേണ ദൈവത്തിൻ്റെ ബോധത്തിൽ, ദൈവത്തിൻ്റെ ലാംഗ്വേജിൽ എങ്ങനെ ചിന്തിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ കിളി പോവും, നമ്മുടെ ചിന്തകൾ എവിടെത്തും, നമ്മുടെ ചിന്തകൾ എവിടെ എത്തൂല നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ചിന്തകളെ സറണ്ടർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, തൽക്കാലം ഞാൻ എൻ്റെ ലാംഗ്വേജ് ഉപയോഗിച്ചത് ഡീകോഡ് ചെയ്യാൻ പോയ കുറേ സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ എൻ്റെ ലാംഗ്വേജേ അവിടെ ഒഴിവാക്കുന്നു, എൻ്റെ ലാംഗ്വേജേ അവിടെ ഓഫാക്കുന്നു. അപ്പോഴാണ് ചില ആൾക്കാർ മൗന ധ്യാനികളായിട്ട് മാറുന്നത്, ഒന്നും മിണ്ടൂല. മനസ്സിലായല്ലേ? അപ്പോൾ പറയും അവർ മൗനവ്രതത്തിലാണെന്ന്. എന്തുകൊണ്ട് മൗനവ്രതത്തിൽ എന്ന് പറഞ്ഞാൽ അവർ ഈ സാധനത്തിലൊക്കെ ചിന്തിച്ച് ഇതുകൊണ്ട് എവിടെ എത്തൂല മനസ്സിലാക്കുമ്പോൾ തൽക്കാലം ഏറ്റവും നല്ല എന്താണ്, സൈലൻസ്. ബിക്കോസ് സൈലൻസ് നമ്മുടെ ചിന്തകളുടെ ഇളക്കത്തെ കുറയ്ക്കും സൈലൻ്റ് ആകുമ്പോൾ. കാരണം നമുക്കുള്ളിൽ ഭയങ്കര നോയ്സായിരിക്കും, പല സമയത്ത് എന്തൊക്കെയോ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അതിനോടൊപ്പം സംസാരിക്കാനും അതിനോടൊപ്പം കുറേ ഇൻഫർമേഷൻസ് എടുക്കലും ഒക്കെ. ഈ സൈലൻസ് എന്ന് ഉദ്ദേശം ഒരിക്കലും ശബ്ദം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതല്ല, നമ്മൾ ഇന്നർ വേൾഡ് സൈലൻ്റ് ആവലാണ്. അതാണ് സൈലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മളിങ്ങനെ സൗണ്ട് ഒന്നും കേൾക്കാണ്ട് ഒക്കെ ഓഫാക്കി സൈലൻ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് അകത്ത് ഫുള്ള് വയലൻസാണ് നടക്കുന്നതെങ്കിൽ അത് സൈലൻസ് അല്ല. നിങ്ങളൊരാൾക്കൂട്ടത്തിൽ DJ പാർട്ടിൻ്റെ സെൻറ്ററിൽ നിൽക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ വേൾഡ് പക്കാ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എക്സാക്ട്ലി അതാ സൈലൻസ് എന്ന് പറയുന്നത്. അതാണ് മെഡിറ്റേഷൻ്റെ ഒക്കെ ഉദ്ദേശം. അപ്പം ഈ സൈലൻസ് നമ്മൾ അക്വയർ ചെയ്യുന്ന സമയത്ത് സൈലൻസിൻ്റെ തൊട്ടടുത്താണ് സ്റ്റിൽനെസ്.
സൈലൻസിൻ്റെ തൊട്ടടുത്താണ് സ്റ്റിൽനെസ്. എത്രത്തോളം സൈലൻ്റ് ആവുന്നോ അത്രത്തോളം നമ്മൾ സ്റ്റിൽനെസ് അറിയാൻ വേണ്ടി തുടങ്ങും. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക, കിണറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണില്ല. കാരണം ശബ്ദവും മഴ വന്ന് പതിക്കലും ഇടിക്കലും എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ സൗണ്ട് എനർജി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും. ഇതെല്ലാം ഒരുമിച്ച് അവിടെ കിണറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശബ്ദമുണ്ട് അവിടെ, നന്നായിട്ട് ഇളകിക്കൊണ്ടിരിക്കുന്നത്, ഫുൾ നോയ്സിയാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? മഴ തോരാൻ കാത്തിരിക്കും അല്ലേ? മഴ തോരാൻ കാത്തിരിക്കും. അപ്പോൾ മഴ തോരാൻ കാത്തിരിക്കാന്ന് പറഞ്ഞാൽ ഇപ്പം നല്ല മഴയാണ്. ആ സമയത്ത് ഇനിയിപ്പം എനിക്ക് നിശ്ചലാവസ്ഥയിലുള്ള സൈലൻ്റ് ആയിട്ടുള്ള കിണർ കാണണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഉടനെ തന്നെ പറ്റും മഴ പോ എന്ന് പറഞ്ഞാൽ പോ സൈഫോ. പണ്ട് സൈഫിനെ പറ്റിച്ചാൽ തണുപ്പ് പോകാൻ 1 കുപ്പി തണുപ്പ് പോകും, 2 കുപ്പി തണുപ്പ് പോകും, ഇങ്ങനെ പറഞ്ഞാൽ അത് പോയിക്കോളുന്നതാണ്. അപ്പോൾ സേഫ് ഇരുന്ന് ചെയ്ത് പോകണമുണ്ട്. പണ്ട് നമ്മൾ സ്കൂളിൽ കണ്ടിട്ടില്ലേ, ഈ സ്ലേറ്റൊക്കെ നനച്ച് കഴിഞ്ഞാൽ ഉണക്കാൻ വേണ്ടിയിട്ട് 1 കുപ്പി വെള്ളം പോ, 2 കുപ്പി വെള്ളം പോ, 3 കുപ്പി വെള്ളം പോ. ഇതേപോലെ എനിക്ക് വളരെ ക്ലീൻ ആയിട്ടുള്ള കിണർ കാണണം, പക്ഷെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ മഴ പോ എന്ന് പറയുന്നപ്പുറത്ത് നമുക്കറിയാം ഒരു സമയം ഇത് നിൽക്കല്ലോ. നമ്മളത് പോന്ന് പറയുമ്പോൾ നമുക്ക് സമയം കുറേ ആയ പോലെ ആയിരിക്കും. 8 മണിക്ക് തുടങ്ങിയ മഴ 8:15 നിൽക്കുമെങ്കിൽ അപ്പേ നിൽക്കുള്ളൂ. അതിൻ്റെ അടുത്ത് ഒന്ന് പോകുമെന്ന് പറയാം. നമുക്ക് എന്തോ ഒരു മഴ അല്ലേ, നിൽക്കാത്ത മഴ എന്ന് പറയും. എന്നാൽ 5 മിനിറ്റ് പെയ്ത മഴയുണ്ട്, 5 മിനിറ്റ് പെയ്ത മഴയുണ്ട്. ആ സമയത്ത് നമുക്ക് മഴ നിൽക്കണം, മഴ പോകണം എന്ന് നമുക്ക് തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തായിരിക്കും തോന്നുക? ഒന്നും ഫീൽ ചെയ്യില്ല, നമ്മൾ കൂളായിരിക്കും. ഇനി അത് അരമണിക്കൂർ പെയ്താലും നമുക്കൊരു കുഴപ്പമുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ മഴ എങ്ങനെ റെസ്റ്റ് ചെയ്ത് പോന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇത് തോർന്ന് കഴിഞ്ഞാൽ ശബ്ദം നിൽക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്നാലും അത് പെയ്യട്ടെ, അക്സെപ്റ്റ്, അത് പെയ്തുകൊണ്ടിരിക്കട്ടെ, അത് കഴിയുമ്പോൾ വരുമല്ലോ, വെരി ഗുഡ്. അതിനെ പറ്റിയിട്ടാണ് ഈ സൈലൻസും പേഷ്യൻസും ഭയങ്കര കണക്റ്റഡാണ്. അതിനെ പറ്റിയിട്ടാണ് ഷംസ് പറഞ്ഞത്. ആക്ച്വലി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ മൂൺ ആകാൻ സമയമെടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് ന്യൂ മൂണിൽ നിന്നും ഫുൾ മൂണിന് എത്താൻ സമയം കൊടുത്ത് കാത്തിരിക്കലാണ്. മുള്ളിന് റോസാപ്പൂ ആവാൻ സമയം എടുക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് മുള്ളയക്കണമല്ലോ, ആയിക്കോട്ടെ. പക്ഷെ മുള്ളിനപ്പുറത്ത് എന്ത് വരും? റോസാപ്പ് വരും. ഇന്നമാല ഉസ്രി എന്ന് പറയുമ്പോൾ കഠോരമായ പ്രയാസങ്ങളിലൂടെ പോകുമ്പോൾ ആയിക്കോട്ടെ, സംഭവിച്ചോട്ടെ. കാരണം ഇത് കഴിഞ്ഞാൽ ഏതൊരു മഴയും തോരും, അത് പ്രകൃതി നിയമമാണ്. പക്ഷെ മഴ തോർന്നു കഴിഞ്ഞാലും മഴ 15 മിനിറ്റ് കൊണ്ട് തോർന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ 10 മിനിറ്റ് ആകുമ്പോഴേക്ക് ദേഷ്യം പിടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് അറിയണേ ഒടുക്കത്ത മഴയാണ്, ആ വഴിക്ക് പോകാനേ നിൽക്കണ്ട. 15 മിനിറ്റ് കൊണ്ട് തീർന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളെ മനസ്സിൽ ഇപ്പോൾ ആ മഴ തീർന്നിട്ടില്ല. എപ്പോഴൊക്കെ ആ കിണറിനെ പറ്റി പറയുമ്പോൾ അവിടെ ഫുള്ള് മഴയാണ്, അവിടെ നിർത്താത്ത മഴ എന്ന് പറയും. ആക്ച്വലി നമ്മൾ അങ്ങനെ കൺക്ലൂഡ് ചെയ്തെന്നുള്ളതാണ്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് അതിൻ്റെ സമയം കൊടുക്കുക. സൈലൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ പറയും. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പം സൈലൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശബ്ദമായിരിക്കും. പക്ഷേ ആ ശബ്ദത്തിൽ തന്നെ ഇത് തോരാനുള്ളതാണ്, അത് പെയ്തു കൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മഴ ഇങ്ങനെ സ്വീകരിച്ചിരിക്കുന്ന സമയത്ത് ശബ്ദ കോലാഹലങ്ങൾക്കുള്ളിൽ മഴ നമ്മളെ ധ്യാനാവസ്ഥയിൽ കൊണ്ടുപോകും. ശരിയല്ലേ? നല്ല ശബ്ദം ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇത് തോരാനുള്ളതാണ് എന്ന് കരുതിയിട്ട് ഇങ്ങനെ തുറന്ന് ഇങ്ങനെ മനസ്സിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഒന്നും സംഭവിക്കില്ല. ഒരു ന്യൂട്രൽ ഒബ്സർവർ ആയിട്ട് മാറും. ഒരു ന്യൂട്രൽ ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ചുറ്റുപാടിലും എന്തൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായാലും അതൊന്നും അവനെ ബാധിക്കാതെ അവൻ അതിന് സ്പേസ് കൊടുക്കും, അവനതിന് സമയം കൊടുക്കും. ആ സമയം കൊടുക്കുമ്പോഴേക്കും മഴ ഇങ്ങനെ തോർന്ന് വരുമ്പം ആ മഴയുടെ റിത്തത്തിനനുസരിച്ചിട്ട് അവനെ ആശിച്ച സൈലൻസിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വരും. അപ്പോൾ അവന് മെഡിറ്റേഷനിലായിരിക്കും. മഴ കൊണ്ട് എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാം? മഴ കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇതേപോലെ മഴ നോക്കിയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം, മഴ കൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത് കാത്തിരുന്ന് മഴ ഇങ്ങനെ സ്ലോ ആയി കുറഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ മഴയുടെ ശക്തിയും കുറയുന്നു, ശബ്ദവും കുറയുന്നു. അത് കുറയുമ്പോൾ നമ്മുടെ മനസ്സ് ഇതുവരെ ശബ്ദമുള്ള മഴയിലേക്ക് ചേർന്നിരിക്കുകയായിരുന്നു, വേഗത്തിൽ പെയ്യുന്ന മഴയോട് ചേർന്നിരിക്കുകയായിരുന്നു. മഴ ഇങ്ങനെ സ്ലോ ആകുമ്പോൾ നമ്മളെ മനസ്സ് അതിനനുസരിച്ച് ഇങ്ങനെ സ്ലോ ആയി വരുന്നേ കാണാൻ പറ്റും. ശബ്ദം ഇങ്ങനെ കുറയുമ്പോൾ നമ്മളെ മനസ്സും ഇങ്ങനെ കുറഞ്ഞ് വരുന്നേ കാണാൻ പറ്റുന്നതാണ്. പതിയെ മഴ അങ്ങ് നിൽക്കും. അപ്പം ചിലർക്ക് തോന്നും ഞാൻ മഴയെ സ്ലോ ആക്കിയതാണോ എന്ന്. ചിലർക്കെങ്കിലും അങ്ങനെ തോന്നും. ഞാൻ ഇങ്ങനെ മനസ്സിൽ മഴയോടൊപ്പം പോയി ഞാൻ അങ്ങനെ എനിക്ക് അതിൻ്റെ റിത്തം കിട്ടും, ഇപ്പം കുറയും. പതിയെ ഞാൻ അതിനെ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ പ്രകൃതിയെ എനിക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് പോലെ. ശരിക്കും നമുക്ക് പ്രകൃതിയെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാം? പ്രകൃതിയെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ചൂടിന് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല. സൂര്യപ്രകാശം നന്നായിട്ട് വരുമ്പോഴേക്ക് ചൂട് തട്ടുമ്പോഴത്തേക്കും നമ്മളെ സ്വാധീനിച്ചുകൊണ്ടല്ലേ നമ്മൾ മെല്ലെ മാറിയിരിക്കാൻ നോക്കുന്നത്. പ്രകൃതിക്ക് ഇങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളും പ്രകൃതിയുടെ ഭാഗം, നമുക്ക് പ്രകൃതിയെ അങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഈ രൂപയുടെ മഴ തോർന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കിണർ എന്താണ്? കുറച്ച് റിപ്പിൾസ് ഒക്കെ ഉണ്ടായിരിക്കും അവിടെ. പക്ഷെ നമ്മൾ വീട്ടിൽ സമയം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ശാന്തത ഇങ്ങനെ കൂടി വരും. അപ്പം നമുക്ക് മെൻ്റലി കാം ആവാനുള്ള ഏറ്റവും നല്ല വഴി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒതുങ്ങി മഴയോടൊപ്പം ഈ അവസ്ഥയിൽ സഞ്ചരിക്കുക. പ്രകൃതിയിലെ മഴയോടൊപ്പം മഴ ഇങ്ങനെ തോരുന്നതിലൂടെ നമ്മുടെ മനസ്സും ഭയങ്കര ഹീൽ ചെയ്ത് വരുന്നത് കാണാൻ പറ്റും. ഒരു ടെക്നിക്കാണ്. പിന്നെ പലതിലും നമുക്ക് ആ ഒരു അനുഭൂതി കണ്ടെത്താൻ പറ്റും. ഏതായാലും കിണറിലെ
സൈലൻസ് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? മഴയൊക്കെ പോയി നല്ല സൈലൻ്റാണ്, കുറച്ചുകൂടി സമയം കൊടുക്കും. അതെന്തിനാണ്? ഈ റിപ്പിൾസ് ഉണ്ട്, ഇങ്ങനെ വേവ്സ് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഈ വേവ്സ് കൂടി നിന്നാൽ എന്ത് ചെയ്യുള്ളൂ? കിണറിൻ്റെ അടിയിൽ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത ലക്ഷ്യം എന്താ? മഴയെ നമ്മൾ വിട്ട് ഇപ്പം നമ്മൾ അടുത്ത ഫോക്കസ്, നമ്മുടെ സൈലൻസ് ഒന്നുകൂടി ഷാർപ്പായി, കാംനെസ് ഒന്നുകൂടി നാരോ ആയി വന്ന് അടുത്ത നമ്മുടെ ഫോക്കസ് ആ വേവ്സ് ഇങ്ങനെ സ്ലോ ആവുന്നില്ല. അപ്പം നമ്മൾ മൈൻഡ് കൊണ്ട് തന്നെ അതിലേക്ക് ഇങ്ങനെ നോക്കി ആ വേവ്സ് സ്ലോ ആവണ വരെ അതിനോടൊപ്പം ഇങ്ങനെ സഞ്ചരിച്ച് അതിങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാത്തൊരു ശാന്തത ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ കിണറും മഴയൊന്നും കാണണ്ട, ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് ഹിപ്നോസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറച്ച് നേരം ഞാൻ മഴ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മഴ ഇങ്ങനെ പെയ്തില്ലേ, അതിങ്ങനെ ശാന്തമാകുമ്പോൾ മനസ്സിലിങ്ങനെ കുറഞ്ഞ് വന്നില്ലേ. കിണറിലെ വേവ്സ് ഇങ്ങനെ നമ്മൾ ഇവിടെ തന്നെ ഫീൽ ചെയ്തുകൊണ്ടിരുന്നില്ലേ, പതിയെ ആ വേവ്സ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നില്ലേ, അത്ര തന്നെ ഉള്ളൂ. ദെൻ അത് സ്റ്റിൽനെസ്സിലെത്തുന്നു. ആ സൈലൻസിൻ്റെയോടൊപ്പം നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പം പതിയെ അത് സ്റ്റിൽനെസ് പോയിന്റിലെത്തുമ്പം നമുക്ക് ചിന്തകളില്ലാത്തൊരു ഫീലിംഗ് പോലെ, ദാറ്റ് മീൻസ് ഒരു അനക്കവും ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്നത് പോലെ തോന്നും. പക്ഷേ ആ അനക്കമില്ലാത്ത ആ നിശ്ചലമായ അവസ്ഥയിലെത്തുമ്പോഴാണ് നമുക്ക് ശരിക്ക് ഈ കിണറിൻ്റെ അടിത്തട്ട് കറക്റ്റ് കാണാൻ വേണ്ടി പറ്റുക. നമ്മളും ഇതുപോലെ നിശ്ചലമായ സൈലൻസിലൂടെ നമ്മളിലെ നിശ്ചല അവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മളുടെ ഹൃദയത്തിൻ്റെ അകത്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മുടെ പർപ്പസ്, അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള മുത്ത്, മാണിക്യം, പവിഴം എന്തൊക്കെയാണോ ഈ സാധനങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്നും പെറുക്കിയെടുക്കാൻ പാകത്തിനുള്ള സാധനങ്ങൾ നമുക്ക് ശരിക്കും കണ്ടെത്താൻ വേണ്ടി പറ്റുന്നില്ല. ബുദ്ധൻ ആ സ്റ്റിൽനെസ്സിലെത്തിയപ്പോൾ അത് വ്യക്തമായിട്ട് കണ്ടു. അതിൽ നിന്നും വ്യക്തമായിട്ട് ഞാൻ എന്താണെന്ന് മനസ്സിലാക്കി. നമ്മുടെ നാട്ടിൽ കലങ്ങിക്കിടക്കുന്ന ഒരു കിണറുണ്ടെങ്കിൽ ആ കിണറിൻ്റെ അവിടെ പോയി നോക്കി നമ്മളെന്താ പറയുക, ആ കിണർ ഫുള്ള് മറ്റേ ഓലയും മടലും പിന്നെ തേങ്ങയൊക്കെ വീണ്ടെടുക്കുന്ന ഒരു സാധനമാണെന്ന് പറയും. പക്ഷെ അതൊന്ന് ക്ലീനാക്കി കഴിഞ്ഞാലാണ്, ആ വെള്ളം പ്യൂരിഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് ശരിക്കും ആ കിണറിൻ്റെ അടിത്തട്ടിലുള്ളത് എത്തിക്കാൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. പലരും മുകളിലുള്ള ഈ വേവ്സും മുകളിലുള്ള ഈ ശബ്ദകോലാഹലങ്ങളും കണ്ടിട്ട് ഇതാണെന്ന് പറഞ്ഞു പോയി. അവർക്കൊന്ന് അതിനെ ശാന്ത സ്വരൂപമായ മനസ്സോടുകൂടി നോക്കാൻ പോലും പറ്റില്ല. പല ആൾക്കാർക്കും പ്രശ്നങ്ങൾ എന്ന രൂപേണ കിണറിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള സമ്മാനങ്ങൾ, ദൈവികമായ സമ്മാനങ്ങൾ കിട്ടാതെ പോകാനുള്ള കാരണം നമ്മളൊക്കെ മഴ കണ്ട് ഓടിയ ആൾക്കാരാണ്. തീരാത്ത മഴ, തോരാത്ത പ്രശ്നം, നിലയ്ക്കാത്ത പ്രശ്നം, അവസാനിക്കാത്ത പ്രതിസന്ധികൾ എന്ന് പറഞ്ഞ് ഓടിപ്പോയതുകൊണ്ടാണ്. പക്ഷെ ആർക്കാണോ സൈലൻസിലേക്ക് എത്താൻ പറ്റുന്നത്, അവർ സ്റ്റിൽനെസ് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ആക്ച്വലി എൻ്റെ ഉള്ളിൽ എല്ലാത്തിൻ്റെ ഉള്ളിൽ ആ സ്റ്റിൽനെസ് ഉണ്ട്. എൻ്റെ ഉള്ളിലുള്ള ആ സ്റ്റിൽനെസ്സിനൊരു ബോധമുണ്ട്, ചലിക്കാതിരിക്കുന്ന സ്റ്റില്ലായിട്ടിരിക്കുന്നതിനൊരു ബോധമുണ്ട്. ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇടുക്കി ഡാമോ ഏതെങ്കിലുമൊക്കെ ഡാം കാണാൻ പോവാം. ഈ ഡാമിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കെട്ടി നിർത്തിയ ഡാമിൻ്റെ അവിടെ നമ്മൾ പോയി നോക്കിയാൽ ഭയങ്കര ശാന്തമായിരിക്കും, ഭയങ്കര സൈലൻസ് ആയിരിക്കും, ഭയങ്കര കാമായിരിക്കും. പക്ഷേ അത് പ്രോസസ്സ് ചെയ്യുന്നൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് ചലിക്കത്തില്ല, ഇങ്ങനെ കെട്ടിക്കെടുക്കുക, ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുകയാണ്, പക്ഷെ നിശ്ചലമാണ്. പക്ഷെ നമുക്ക് ആ നിശ്ചലതയിലേക്കൊന്ന് കണക്ട് നമുക്കറിയാം, ഇതജ്ഞാനം പൊട്ടിയാൽ പൊട്ടിത്തെറി ഉണ്ടാവും, അങ്ങനെ നിൽക്കുകയാണ് വെള്ളം. ഇതേപോലെ തന്നെ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അനങ്ങാതെ ഇങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരു സാധനമുണ്ട്. അതിന് നമ്മുടെ ഉള്ളിലെ കൊടുങ്കാറ്റ് ഉണ്ടാക്കാൻ പറ്റും. ചുവയിൽ ഉണ്ടാക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള കൊടുങ്കാറ്റ് ഉണ്ടാക്കാൻ പറ്റും. ആ സ്റ്റിൽനെസ്സിൽ, ആ നിശ്ചലതയിൽ നമുക്കുള്ളിലിരിക്കുന്ന ആ ബോധം, വളരെ സ്റ്റിൽനെസ്സിലുള്ള ആ ബോധത്തിൽ നിന്നുമുള്ള പൊട്ടൻഷ്യൽ എനർജി, ഡാമൊന്നും നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ പോലെ ആ സ്റ്റിൽനെസ്സിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്നും ഉണ്ടാകുന്ന ഊർജത്തിൻ്റെ ഒഴുക്കാണ് നമ്മുടെ ഹൃദയം ചലിക്കാനും നമ്മുടെ കണ്ണ് ചലിക്കാനും നമ്മുടെ ചിന്തകൾ ചലിക്കാനും ഒക്കെ കാരണമാണത്. നമ്മുടെ സെൻസസ് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ കാരണമാണത്. അപ്പം നമ്മളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശക്തി എന്ന് പറയും. ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഊർജത്തിനപ്പുറത്തേക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഊർജത്തെ ഉൽപ്പാദിപ്പിച്ച് ഒഴുക്കുന്ന ഒരു നിശ്ചലമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയില്ലേ, സ്ഥാനമില്ലാണ്ട്, സ്ഥലം ആവശ്യമില്ലാതെ, സമയം ആവശ്യമില്ലാതെ, ഇതൊന്നും ആവശ്യമില്ലാതെ സ്ഥലങ്ങളെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ. നമ്മൾ ഈ ഭൂമിക്ക് അകത്താണ്, നമ്മൾ ഈ ടൈം സ്പേസിൻ്റെ അകത്താണ്. അപ്പോൾ നമുക്ക് സ്ഥലം വേണം. ഈ പ്രപഞ്ചം ഒരു സ്ഥലം ആവശ്യപ്പെടുന്നുണ്ട്. സ്ഥലം കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലായിടത്തും സ്പേസ് ഉണ്ട്, എല്ലായിടത്തും സ്ഥലം വേണം, സ്ഥാനം വേണം. ഈ സ്ഥാനങ്ങൾക്കുള്ളിൽ, ഈ പ്രപഞ്ചം എന്ന സ്ഥാനത്തിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിലൊന്നും ഉൾപ്പെടാതെ, ഇതൊന്നുമല്ലാതെ, ഈ സ്ഥാനം പോലും ആവശ്യമില്ലാണ്ട് ഇതിനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരെ ഓപ്പോസിറ്റാണ്. അവിടെയാണ് ഈ കൺവെൻഷണൽ സയൻസ് അല്ലെങ്കിൽ കണ്ടംപററി ഫിസിക്സ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ട്രഡീഷണൽ ഫിസിക്സും ക്വാണ്ടം സയൻസും തമ്മിലുള്ള വ്യത്യാസം. ക്വാണ്ടം സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പം
ഈ ചലിക്കുന്നതിന് എതിരായിട്ട് ചലിക്കാതിരിക്കുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് ക്വാണ്ടം സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മുകളിൽ ഇങ്ങനെ കറങ്ങുന്നതെങ്കിൽ മുകളിൽ ഇങ്ങനെ ആയിരിക്കും കറങ്ങുക, പക്ഷേ അടിയിൽ കറങ്ങുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അടിയിൽ ഇങ്ങനെ കറങ്ങുന്നതിൻ്റെ റിപ്പിൾ ഇഫക്റ്റ് ആയിരിക്കും മുകളിൽ ഇങ്ങനെ കറക്കം കിട്ടുന്നത്. അപ്പോൾ മുകളിലെ ഈ കറക്കത്തെ നോക്കുന്നതിനിടയിൽ അടിയിൽ കറക്കുന്ന ഇങ്ങോട്ട് കറങ്ങുന്ന ഒരു സാധനമുണ്ട്, അതും കൂടി കാണണം. അതാണ് മിറർ എന്ന് പറയുന്നത്, മുകളിലുള്ളതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട്. അത് പഠിപ്പിക്കുന്നു. നോക്കിയേ, മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ട്രീ കണ്ടില്ലേ, മുകളിലേക്ക് ഇങ്ങനെ ട്രീയുടെ ഹെഡ് നിൽക്കുന്നു. നേരെ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ വേരും അതേപോലെ തന്നെ പരന്ന് കിടക്കുന്നു. ആസ് അബോവ് സോ ബിലോ. ആസ് അബോവ് സോ ബിലോ ആണ്, പക്ഷെ മുകളിൽ എങ്ങനെയാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും താഴെ ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മുകളിൽ ഇങ്ങനെ ഒഴുക്കും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾ നോക്കണ്ട. ആഴത്തിലേക്ക് നോക്കുന്നവർക്ക് ആ ഒഴുക്കിൻ്റെ അടിയിൽ ഒഴുകാതെ നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു ശക്തി കണ്ടെത്താൻ പറ്റും. ആ നിശ്ചലമായ ശക്തിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒഴുക്കിന് ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒഴുക്കിൽപ്പെട്ടിട്ട് എവിടെയെങ്കിലും എത്തിപ്പോവും. അപ്പോൾ നമുക്ക് ഒഴുക്കിനനുസരിച്ച് നീന്താൻ വേണ്ടി പറ്റില്ല, ഒഴുക്കിൻ്റെ താളത്തിനനുസരിച്ച് ലൈഫിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റില്ല. സോ സ്റ്റിൽനെസ് എന്ന് പറയുന്നത് ഈ എൻ്റെ ഉള്ളിലാ ഹൃദയത്തിൻ്റെ അകത്തും കിടക്കുന്ന ആ ഒരു വൈബ്രേഷനാണ്. ആ വൈബ്രേഷൻ, ആ സ്റ്റിൽനെസ്സിൻ്റെ ഫോഴ്സിലാണ് ബാക്കിയൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേ സ്റ്റിൽനെസ്സിൻ്റെ ഫോഴ്സ് കല്ലിൻ്റെ ഉള്ളിലുണ്ട്. അതേ സ്റ്റിൽനെസ്സിൻ്റെ ഫോഴ്സ് നിങ്ങൾ നോക്കിയേ, നദിയിലേക്ക് നോക്കിയേ, നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടോ എവിടുന്നാണ് നദിക്ക് ഒഴുകാനുള്ള ഫോഴ്സ് കിട്ടുന്നത്? നമ്മളെ വീട്ടിലെ കിണർന്നും വെള്ളം ടാങ്കിലെത്തിക്കാൻ മോട്ടർ ഇടണമല്ലോ, എന്നിട്ടല്ലേ ചലിക്കണത്. പക്ഷെ ഏത് ഫോഴ്സാണ് അതിൻ്റെയൊക്കെ എത്രയോ മടങ്ങ് സ്ട്രെങ്ത്തിൽ ഈ നദിയെ എങ്ങനെ ഒഴുക്കി വിടുന്നത്, ഈ നദിയെ എങ്ങനെ ഒഴുക്കുന്നത്? അപ്പം വീട്ടിൽ ഇലക്ട്രിസിറ്റിയാണ് ആ ഫോഴ്സായിട്ട് മാറിയതെങ്കിൽ പ്രകൃതിയിൽ ആ ഫോഴ്സായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കാറ്റുണ്ട്. മനസ്സിലായില്ലേ? കാറ്റുണ്ട്. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്, ഹൈ എനർജി ലോ എനർജി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഇതൊക്കെ സംവിധാനിച്ച് വെച്ചതുകൊണ്ട് അത് അതിൻ്റെ വഴിയേ അങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം നാച്ചുറലി കിട്ടുന്ന ഊർജ്ജമുണ്ട് നമുക്ക്, നാച്ചുറലി തന്നെ ഇവിടെ ഊർജ്ജമുണ്ട്. അതുപോലത്തെ ഒരു നാച്ചുറൽ എനർജിയാണ് നമ്മുടെ ഉള്ളിലും ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിൽനെസ്സിൽ എനിക്ക് തൊടാൻ പറ്റിയാൽ, നമ്മുടെ ഉള്ളിലെ സ്റ്റിൽനെസ് തൊടാൻ പറ്റിയാൽ നമ്മളെ മാത്രമല്ല നമ്മൾ തൊടുന്നത്, കലക്റ്റീവായ നമ്മളെ. അപ്പം കലക്റ്റീവായ നമ്മളെ എന്ന് പറഞ്ഞാൽ ആ കല്ലിൻ്റെ ഉള്ളിലും എൻ്റെ ബോധത്തെ എനിക്ക് കണ്ടെത്താൻ പറ്റും, ഈ കാറ്റിൻ്റെ ഉള്ളിലും എൻ്റെ ബോധത്തെ എനിക്ക് കണ്ടെത്താൻ പറ്റും, ഈ ശ്വാസത്തിൻ്റെ ഉള്ളിലും എനിക്ക് എൻ്റെ ബോധത്തെ കണ്ടെത്താൻ പറ്റും. എല്ലാത്തിൻ്റെ അകത്തും എൻ്റെ കോർ, ഞാൻ എന്ന അവസ്ഥയെ എനിക്ക് കണ്ടെത്താൻ പറ്റും. അപ്പം പറയും എല്ലാത്തിലും ഞാനുണ്ട്, എല്ലാത്തിലും ഞാനുണ്ട്. എനിക്കൊരാൾക്ക് എന്തെങ്കിലും എൻ്റെ ഈ യുക്തിക്ക് അതീതമായിട്ട് ചെയ്തു കൊടുക്കണമെങ്കിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാവം ഉണരണം. എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ, അയാൾക്ക് എനിക്ക് എന്തോ സേവനം ചെയ്യണം തോന്നണമെങ്കിൽ ആദ്യം യുക്തിയാണല്ലോ വരാം. യുക്തി എന്നിട്ട് ഞാനിപ്പോൾ എന്തിനത് ചെയ്യണം, എന്ത് കാര്യം, ഇതൊക്കെ വരും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഹൃദയത്തിൻ്റെ ഒരു ഭാവം ഉണരുമ്പോഴാണ് അവർ മനുഷ്യരല്ലേ, നമ്മളെപ്പോലെ തന്നെ അല്ലേ എന്നൊരു ചിന്ത വരുമ്പോഴാണ് നമ്മൾ കണ്ടീഷൻസ് ഒക്കെ വെക്കാതെ ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ നമ്മളെ സ്റ്റിൽനെസ്സിൽ നിന്നും കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റിൽനെസ്സിലൂടെ നമ്മളെപ്പോലെ തന്നെ, നമ്മളായതിനെ തന്നെ മറ്റുള്ള എല്ലാത്തിലും കണ്ടെത്തുക എന്നുള്ളതാണ്. ആ പോയിന്റിൽ എത്തുന്ന സമയത്ത് എല്ലാത്തിലും ഞാൻ എന്നെ കണ്ടെത്തുന്നു, എനിക്ക് എന്നെ നിങ്ങളിൽ കണ്ടെത്താൻ വേണ്ടി പറ്റണം, എനിക്ക് എന്നെ ഈ കാറ്റിൽ കണ്ടെത്താൻ പറ്റുന്നത്. എല്ലാത്തിൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിൽ നിശ്ചലതയുടെ ബോധം കണ്ടെത്തുമ്പം എനിക്ക് മറ്റേ പരകായ പ്രവേശനം എന്ന് പറയുന്നത് പോലെ ട്രാൻസ്ഡെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ട്രാൻസ്പേഴ്സണൽ എക്സ്പീരിയൻസിൽ പോകാമെന്ന് പറഞ്ഞ പോലെ എനിക്ക് ചിലപ്പോൾ കുറച്ച് സമയത്തേക്ക് ഈ മരത്തിൻ്റെ ബോധമാവാൻ പറ്റും. കാരണം ഇതിൻ്റെ അകത്തുള്ള സ്റ്റിൽനെസ്സും എൻ്റെ ഉള്ളിലെ സ്റ്റിൽനെസ്സിനും തമ്മിൽ പരസ്പരം എവ്രിതിങ് ഈസ് കണക്റ്റഡ്. കാരണം ഈ മരം ഇപ്പോൾ ഇവിടെ ഇരിക്കാനും ഞാനിവിടെ ഇരിക്കാനും, ഇത് നമ്മൾ റൂമിനേറ്റിന് വന്നാന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമ്മൾ രണ്ടാൾ ഹായ് ഹലോ നമ്മൾ തമ്മിൽ ഇവിടെ ഇരിക്കാൻ ഒരു കാരണം ഉണ്ടായിരിക്കും. നമ്മൾ കളക്റ്റീവായിട്ട് ഇപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രോസസ്സ് കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു പർപ്പസ് ഉണ്ട്, കളക്റ്റീവ് പർപ്പസ് ഉണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവുന്നതോട് കൂടിയിട്ട് എനിക്ക് മരത്തിൻ്റെ ബോധമാകാൻ പറ്റും. കുറച്ച് സമയത്തേക്കെങ്കിലും ഈ കവികളൊക്കെ കാംനെസ്സിൻ്റെയും സൈലൻസിൻ്റെയും ഉള്ളിലൂടെ തൊട്ട് മുന്നിൽ കണ്ട ചെടിയുടെയോ കാറ്റിൻ്റെയോ വെളിച്ചത്തിൻ്റെയോ ബോധമായിട്ട് കുറച്ച് നേരം ആക്സസ് ചെയ്തോട്ടെ ചാനൽ ആയതുകൊണ്ടാണ് അവർക്ക് കുറച്ച് സമയത്തേക്കെങ്കിലും ഈ മരം പറയാൻ ശ്രമിക്കുന്ന എന്തോ കാര്യം വരിയായിട്ട് എഴുതാൻ തോന്നുന്നത്. ചിലപ്പോൾ അങ്ങനെ എഴുതി വെച്ച വരികളോ അങ്ങനെ എഴുതി വെച്ച അനുഭവങ്ങളൊക്കെ ആയിരിക്കും പിന്നീട് ചിലപ്പം കാടിനെ സംരക്ഷിക്കാനോ മരത്തെ സംരക്ഷിക്കാനൊക്കെ പിന്നീട് ഒരു തലമുറക്ക് തന്നെ തോന്നിയത്. അപ്പോൾ ആ മരം എന്ത് ധർമ്മ ചെയ്തത്, കുറച്ച് സമയത്തേക്ക് അവർക്ക് ആവശ്യമുള്ള, അവർക്ക് ശേഷം വരാനിരിക്കുന്ന തലമുറക്ക് ആവശ്യമുള്ള ചിന്തകളെ എത്രയോ മുന്നേ തന്നെ അടുത്ത് വരുന്ന ഒരാളിലേക്ക് ചേർത്ത് വെച്ചു. രണ്ടാളും മരം സ്റ്റില്ലായിട്ടിരിക്കുന്നു, നമ്മൾ ഇവിടെ ആ സ്റ്റിൽനെസ്സിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് സമയത്തേക്കെങ്കിലും എനിക്ക് തോന്നാണ് എഴുതാൻ, പക്ഷെ എന്നെ ആരോ തോന്നിപ്പിച്ചിട്ടുണ്ട്, ആരോ തോന്നിപ്പിക്കാതെ വിടില്ല. എനിക്കിങ്ങനെ വരാണ് വരികൾ, ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല. അപ്പോൾ ആ വരുന്നൊരു സെൻറ്റർ ഉണ്ട്, ആ സെൻറ്ററിൻ്റെ കോർ എന്ന് പറഞ്ഞാൽ സ്റ്റിൽനെസ് ആണ്. അപ്പോൾ സ്റ്റിൽനെസ്സിലെത്തുമ്പം സൈലൻസിലെത്തുമ്പം വി ക്യാൻ ബിക്കം എനിത്തിങ്.
എന്തുമായി നമുക്ക് മാറാൻ പറ്റുന്നത്, എന്തിൻ്റെ ഭാവവും ആയി മാറാൻ നമുക്ക് പറ്റുന്നത്, അതാവാൻ പറ്റുന്നത് കൊണ്ടാണ് കിങ് സോളമൻ്റെ ചരിത്രത്തിൽ ഉറുമ്പ് സംസാരിക്കുന്ന കാര്യം പോലും കേട്ടു എന്ന് പറയുന്നു. അതെങ്ങനെയാണ് പറ്റുന്നത്? ഇപ്പം നമുക്ക് നോക്കുമ്പോൾ എന്താ, അതെന്തോ സൂപ്പർ നാച്ചുറലാണെന്നാ. എന്തുകൊണ്ട്? നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ, ഇതാണ് ലോകത്തിലെ ഏറ്റവും സൂപ്പർ പവർ എന്നുള്ള അഹങ്കാരം നമുക്കുള്ളതുകൊണ്ടാണ്. അതിൻ്റെ അപ്പുറത്ത് നമുക്കൊരു ബോധമുണ്ട്, അതിന് നമ്മൾ നർച്ചർ ചെയ്തിട്ടില്ല, അതിന് നമ്മൾ സോർട്ട് ചെയ്തിട്ടില്ല, അതിന് നമ്മൾ സീക്ക് ചെയ്തിട്ടില്ല. ആരെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവരൊക്കെ ഭ്രാന്തന്മാരാണ്, അവരൊക്കെ ഒറ്റപ്പെട്ടവരാണ്. അങ്ങനെ ആരെങ്കിലും അതിൻ്റെ തേടി പോയി കഴിഞ്ഞാൽ ഗുരു സിനിമയിൽ പറഞ്ഞ പോലെയാണ്, കാഴ്ചയില്ലാത്തവരുടെ ലോകത്ത് കാഴ്ചയെ പറ്റി പറഞ്ഞതുപോലെയാണ്. അപ്പോൾ അതെന്തോ വട്ട് കേസാണ്, അതെന്തോ സൈക്കോ കേസാണ് എന്നൊക്കെ ആയിരിക്കും ആക്ച്വലി പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള. പക്ഷേ ദ ട്രൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ മറഞ്ഞാണ് കിടക്കുന്നത്. അപ്പം മുകളിൽ ചലിക്കുന്നതല്ല കാര്യം, അതിൻ്റെ അകത്ത് ചലിപ്പിക്കുന്ന നിശ്ചലതയുണ്ട്. അതിലൂടെയാണ് ചലിപ്പിക്കുന്ന എല്ലാത്തിനെയും ചലിപ്പിച്ചുകൊണ്ട് ചലിക്കാതിരിക്കുന്ന, ഒരിടത്തും ചലിക്കാതെ, ഒരിടത്തും ഇല്ലാതെ തന്നെ നമ്മളെല്ലായിടത്തും ഉണ്ട്. ഈ പ്രപഞ്ചത്തിന് ഓരോ ഇടം നമുക്ക് കാണിക്കാൻ പറ്റും. പക്ഷേ ഇതിനൊന്നും അല്ലാതിരിക്കുന്ന നിശ്ചലതയിൽ ഇരുന്നു കൊണ്ട് ഇതിനൊക്കെ ചലിപ്പിക്കുന്ന സൃഷ്ടാവിൻ്റെ ഒരു മാജിക് ഉണ്ട്. അതാണ് നമ്മൾ ചോദിക്കുന്നത്, അതെന്ത് മാജിക്കാണ്, വാട്ട് ഈസ് ദാറ്റ് മാജിക്? ആ മാജിക് എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഡൈവ് ഡീപ്പ് ഇൻ ടു ദ സ്റ്റിൽനെസ് വിത്തിൻ, നമ്മളുടെ ഉള്ളിലെ അകത്തുള്ള സ്റ്റിൽനെസ്സിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റിൽനെസ്സിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഒരു മന്ത്രമോ ഒരു ദിക്റോ ഒക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സർവ്വതും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാകുന്നു സകല സ്തോത്രങ്ങളും എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ആക്ച്വലി നമ്മൾ എത്രത്തോളം സ്റ്റിൽനെസ്സിലേക്കും സൈലൻസിലേക്കും കണക്റ്റഡ് ആണോ അത്രത്തോളം നമ്മളുടെ സകലതും എന്ന ബോധം മാറും. ഇപ്പം സകലതും എന്ന് അറിയാൻ ഇന്നലെ പറയല്ലേ, ഞാൻ കോഴിക്കോടാണ് ജീവിക്കണമെങ്കിൽ സകലതും സൃഷ്ടിച്ച് വരുമ്പോൾ കോഴിക്കോടത്തെ കടലും കോഴിക്കോടത്തെ പുഴയും കോഴിക്കോടിലെ കുറേ സാധനങ്ങൾ മാത്രം മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ ആ ലെവലിലേക്ക് എത്തിയിട്ടുള്ളൂ. സകലതും എന്ന് പറയുമ്പം സകലതും വരണമെങ്കിൽ അത്രത്തോളം ആഴത്തിൽ സകലതുമായി കണക്ട് ചെയ്യണ ബോധത്തിൽ നമ്മൾ എത്തുക. ആ ബോധത്തിലെത്തിക്കൊണ്ട് സകലതും സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഡയമെൻഷൻ എന്തായിരിക്കും? ദാറ്റ് ഈസ് റിയലി അമേസിങ്. ഉദാഹരണത്തിന് ഞാനൊരു പ്രൈമറി സ്കൂളിൽ പോകുന്നു. ആ സ്കൂളിൽ പോയിട്ട്, ആ പ്രൈമറി സ്കൂളിൽ പോയിട്ട് ഞാൻ അവിടെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് പോയിട്ട് കുറേ മിഠായി കൊടുക്കുന്നു. അവർക്കത് മതിയല്ലോ, അവർക്ക് കുറച്ച് മിഠായി കൊടുക്കുന്നു, ചോക്ലേറ്റ് കൊടുക്കുന്നു. അവർക്ക് ഞാൻ 50,000 വെച്ച് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് അതെന്താന്ന് പോലും അറിയില്ല. അതുകൊണ്ട് അവരെ ലെവലിനനുസരിച്ചിട്ട് ഞാൻ അവരെ കാണാൻ പോകുമ്പോഴൊക്കെ, ആഴ്ചയിൽ ഒരിക്കൽ പോകുമ്പോഴൊക്കെ മിഠായി കൊടുക്കും, ചോക്ലേറ്റ് കൊടുക്കും. ഗുഡ്. അതേസമയത്ത് ഞാൻ വേറൊരു അഗതി മന്ദിരത്തിൽ പോകുന്നു. അവിടെ കുറേ പ്രായശ്ചിത്ത ചെന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഞാൻ കുറേ വസ്ത്രങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അവർക്ക് വേണ്ടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വേറൊരു സ്ഥലത്ത് പോയ സമയത്ത് ഞാൻ കാണുന്നത് കൂരയില്ലാണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് 5 സെൻറ്റ് അല്ലെങ്കിൽ 3 സെൻറ്റ് സ്ഥലം വീതം 10 പേർക്ക് വീടൊക്കെ വെച്ച് ഇങ്ങനെ കൊടുക്കുന്നു. അപ്പം 3 ആളുകളുടെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പം ആ LKG കുട്ടികളോട് പോയിട്ട് എന്നെ പറ്റി ചോദിച്ചാൽ എന്താ പറയുക, നമുക്ക് കുറേ തരുന്ന ഗൈഡ്. ഈ കുറേ തരുന്ന ഗൈഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താ കുറേ എന്ന് പറയുമ്പോൾ മൈൻഡിലുണ്ടാവുക ചോക്ലേറ്റും, അത്രേ അവർക്ക് അറിയുള്ളൂ. എന്നാൽ ഈ അഗതി മന്ദിരത്തിൽ പോയാൽ നമുക്ക് വേണ്ടതൊക്കെ തരുന്ന, നമുക്ക് ആവശ്യമുള്ളതൊക്കെ തരുന്ന പറഞ്ഞാൽ ഇവരെ മൈൻഡിൽ എന്താ വരുള്ളൂ, ആവശ്യമുള്ള ഡ്രസ്സ് ഇത്. എന്നാൽ ആ വീട് വെച്ചുകൊടുത്ത് പോയാലോ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമുള്ളത് തരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഓരോ ഇടത്തും അവരുടെ ഭാവത്തിനനുസരിച്ച് എന്താണോ കൊടുക്കുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ എത്ര വലുത് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനെയും കാണാൻ പറ്റുന്ന ഒരാളെ പറയുന്നത് കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്ന, മറ്റവർക്ക് വസ്ത്രം കൊടുക്കുന്ന, ഇവർക്ക് വീട് കൊടുക്കുന്ന ഗൈഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി. എന്നിട്ട് അവർ പറയാം വേണ്ടവർക്ക് വേണ്ടതൊക്കെ കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികളും ഉണ്ട്, അഗതികളുണ്ട്, വീടില്ലാത്തവരുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ബോധം കുറച്ചുകൂടി വിശാലമായി. എന്നിട്ട് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ വേറൊരാൾ സ്മരിച്ച് സാദിഖിനോട് പറയാം ഗൈഡ് വേണ്ടവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുന്ന ഗൈഡാകുന്നു എന്ന് പറയുമ്പോൾ അയാൾ പറയുന്ന ഉള്ളിലെ ഗൈഡ് എന്ന ബോധവും നമ്മൾ ഇതേപോലെ സൃഷ്ടാവിനെ പറ്റി പറയുമ്പോൾ നമ്മൾക്കുള്ളിലുണ്ടാകുന്ന ദൈവം എന്ന ബോധവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഫുള്ള് ലെങ്ത്തിലല്ല പറഞ്ഞത്, ഫുൾ ഫ്ലെഡ്ജിലല്ല പറഞ്ഞത്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ എത്ര വലുപ്പത്തിലുള്ള അൽഹംദുലില്ലാ വന്നത്? നീട്ടിയോ പരത്തിയോ കുറിക്കോ എണ്ണം കൂട്ടിയോ എന്നുള്ളതല്ല. അതിന് ഏത് ബോധത്തിലും ഏത് ബോധ്യത്തിലുമുള്ള റബ്ബുൽ ആലമീനാണ് വന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇത് മനസ്സിലാവും. സോ ഈ സ്റ്റിൽനെസ്സിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്താ സംഭവിച്ചാൽ ഉള്ളോട്ട് സൈലൻസിലേക്കും സ്റ്റിൽനെസ്സിലേക്കും നമ്മൾ ഡൈവ് ചെയ്ത് പോകുന്നതിനനുസരിച്ചിട്ട് ഉള്ളോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. എത്രത്തോളം ഉള്ളോട്ട് ചുരുങ്ങുന്നു അത്രത്തോളം നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. അതുകൊണ്ടാണ് റൂമി പറഞ്ഞത് ബി നത്തിങ്, സമയം നിർത്താട്ടോ, ബി നത്തിങ് ഹി വിൽ ടേൺ യു ഇൻ ടു എവ്രിതിങ്. നീ ഒന്നുമല്ലാതായി മാറാം, അപ്പോൾ അവൻ എന്ത് ചെയ്യും, നിന്നെ എല്ലാം ആക്കി മാറ്റും. ആ ഒന്നുമല്ലാതായി മാറാൻ എന്താ ചെയ്യേണ്ടത്, നമ്മളിങ്ങനെ ചൂഴ്ന്ന് പോകണം, ഉള്ളോട്ടിങ്ങനെ ആഴ്ന്ന് ഇറങ്ങാണ്. ആ ഉള്ളോട്ടിങ്ങനെ ആഴ്ന്നിങ്ങനെ നത്തിങ്നെസ്സിലേക്ക് നമ്മളിങ്ങനെ ആഴ്ന്ന് ഇറങ്ങുന്നതിനനുസരിച്ചിട്ട് അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. കാരണം നമ്മൾ നാരോ താഴോട്ട് വന്നിട്ട് നമ്മൾ ആ സ്റ്റിൽനെസ്സിൽ അങ്ങ് ടച്ച് ചെയ്യുമ്പോഴേക്ക് അവിടുന്ന് ഒരു വിസ്ഫോടനം ഉണ്ടാവും. ബിഗ് ബാങ്
വീണ്ടും സംഭവിക്കും നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും. അപ്പോൾ അവിടുന്ന് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായിരിക്കും. അവിടുന്ന് ആ എക്സ്പ്ലോഷനിൽ നിന്നും ഒരു എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും. പൊട്ടിത്തെറിയിൽ നിന്നുമാണ് ഇവിടെ എല്ലാം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ആ പൊട്ടിത്തെറി, ആ എക്സ്പ്ലോഷൻ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുക എങ്ങനെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച്. അപ്പോൾ ഉള്ളോട്ട് നമ്മളിങ്ങനെ ഉള്ളോട്ട് വലിയും തോറും പുറത്തേക്കുള്ള സ്ട്രെങ്ത് എന്താ ചെയ്യുക, കൂടിക്കൊണ്ടേയിരിക്കുക. അതുകൊണ്ടാണ് പൈസയുടെ പിറകെ ഇങ്ങനെ പോകുമ്പോൾ ഓടിക്കും. നമ്മൾ അതൊന്ന് മാറിയിട്ട് ഉള്ളോട്ടേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ ഫോഴ്സ് ഇങ്ങോട്ടിങ്ങനെ എടുക്കുന്നതുകൊണ്ട് ഒക്കെ നമ്മളിലേക്ക് വരും. സോ വാട്ട് യു സീക്കിങ്, നീ എന്ത് തേടുന്നുവോ അത് നിന്നെ തേടുക എന്ന പോയിന്റിൽ എത്തണമെങ്കിൽ നീ ആദ്യം എന്ത് ചെയ്യണം, നീ നിന്നെ തേടലാക്കണം ആദ്യത്തെ പ്രൈമറി ഗോളാക്കി വെക്കേണ്ടത്. ഞാൻ എന്ത് തേടുന്നുവോ അത് എന്നെയും തേടുന്നു എന്ന് പറയുമ്പം ആദ്യം ഞാൻ എന്നെ തന്നെ തേടണം. എന്നെ തേടുമ്പോഴാണ് ഞാൻ എൻ്റെ ഉള്ളോട്ട് ഇങ്ങനെ ഇറങ്ങി വരാം. എത്രത്തോളം ഞാൻ ഇറങ്ങി എന്നിലേക്ക് എത്തുന്നു അത്രത്തോളം എനിക്ക് വേണ്ടതെല്ലാം വരും. എനിക്ക് വേണ്ടതായിരിക്കണം ഞാൻ ആഗ്രഹിക്കേണ്ടത്, അങ്ങനെയല്ലേ? എനിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയില്ല, അതിന് ആരറിയണം? എന്നെ അറിഞ്ഞാലല്ലേ എനിക്ക് എന്താ വേണ്ടതെന്ന് അറിയാം. എനിക്ക് വേണ്ടാത്ത കുറേ സാധനത്തിൻ്റെ പിറകെ പോകും, എനിക്ക് വേണ്ടാത്ത കുറേ സാധനം വരുന്നു. ലൈഫിനൊരു മീതി കൂട്ടാല. വേണ്ടത് എന്താണോ അതാവണം. അപ്പം നമ്മൾ തേടുന്നതൊക്കെ നമ്മളെ തേടുന്നു എന്ന് പറഞ്ഞാൽ എല്ലാം തേടി പോവാന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ തേടുന്നത് നമ്മളെ തേടണമെങ്കിൽ ആദ്യം തേടുന്നതൊക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന നമ്മളെ കാണണം. സോ ഫസ്റ്റ് സീക്ക് യുവർ സെൽഫ്. അതിനാണ് നമ്മളിലേക്ക് ആഴ്ന്നിറങ്ങാൻ പറഞ്ഞത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ എന്താന്ന് ചോദിച്ചാൽ, ഞാനല്ല നമ്മളെല്ലാവരും ഞാൻ എന്താന്ന് നമ്മളോട് ചോദിച്ച് എത്രത്തോളം ആഴത്തിലേക്ക് വന്നു അതിനനുസരിച്ചിട്ട് ഒരു പോയിന്റിലെത്തുമ്പോൾ പറയും ഐ ആം പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ എത്ര എന്നെ അറിഞ്ഞിട്ടുള്ളൂ, മഴ നല്ല പെയ്യലാണ്, എനിക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഇപ്പം ന്യൂ മൂണാണ്, ഫുൾ മൂൺ വെയിറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. നിങ്ങൾ ആ സ്റ്റേഷനിൽ അവിടെ നിൽക്കൂട്ടോ, നിങ്ങൾ ആ മക്കാമിലാണോ സ്റ്റേ ദർ. അടുത്ത ആളോട് ചോദിക്കുമ്പോൾ അവർ പറയും ഞാനിപ്പോൾ സൈലൻസിലാണ്, എന്താ മഴയൊക്കെ ഇങ്ങനെ ചോർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പുറത്തുള്ള ആൾ ഒരു സൈലൻസിലാലോ, ഞാൻ പേഷ്യൻസിൽ എത്തിയിട്ടുള്ളൂ, എനിക്കെന്താ സൈലൻസ് കിട്ടാത്ത? നിങ്ങളിപ്പോൾ അവിടെ സറണ്ടർ അങ്ങോട്ട് നോക്കിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെ പേഷ്യൻസ് പോയി. നിങ്ങൾ പേഷ്യൻസ് സ്റ്റേറ്റിലാണ് നിൽക്കണമെങ്കിൽ ആ പേഷ്യൻസിനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതാ റൂമിൽ ചോദിച്ചത്. അല്ല ഇത് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഫുള്ള് പ്രശ്നങ്ങളാണ്, എന്താ എൻ്റെ ഉള്ളിലുള്ള ഫുള്ള് പ്രോബ്ലംസാണ്, എന്താ ചെയ്യേണ്ടത്? ഒന്നുമില്ല, അത് പിടിച്ചു വെച്ചോ. വൂണ്ട് ഈസ് ദ പ്ലേസ് വെർ ദ ലൈറ്റ് എൻറ്റേഴ്സ്. അത് ഹോൾഡ് ചെയ്തോളൂ, ആ മുറിവിലൂടെ തന്നെ വെളിച്ചം വരും. അതുകൊണ്ട് കണ്ടിന്യൂ വിത്ത് ദാറ്റ്, ഹോൾഡ് ഓൺ ടു ഇറ്റ് ആൻഡ് കണ്ടിന്യൂ വിത്ത് ദാറ്റ്. അപ്പോൾ അടുത്ത ആളോട് ചോദിച്ചപ്പോൾ അവർ സൈലൻസിലാണ്. അടുത്ത ആളോട് ചോദിച്ചപ്പോഴോ അവർ സൈലൻസും കഴിഞ്ഞിട്ട് അവർ കാംനെസ്സിലാണ്. ആ വേസ് മാത്രമുള്ള ഭയങ്കര കാംനെസ്സിലാണ് നിൽക്കുന്നത്. നിങ്ങളിപ്പോൾ എവിടെ ഉള്ളത്? നിങ്ങളാരാ? ഞാനിപ്പോൾ കാംനെസ്സാണ്. ഇന്നലെ ആരായിരുന്നു? ഇന്നലെ ഞാൻ പേഷ്യൻസ് ആയിരുന്നു. 4 ദിവസം മുന്നേ ഞാൻ പേഷ്യൻസ് ആയിരുന്നു. ഇന്നലെ ഞാൻ സൈലൻസ് ആയിരുന്നു. ഇന്ന് ഞാൻ ആരാ? കാംനെസ്. അതുകൊണ്ടാണ് റൂമി പറയുന്നത് എന്നെ നിങ്ങൾ ഡിഫൈൻ ചെയ്യല്ലേ പ്ലീസ്. കാരണം ഓരോ ദിവസവും പുതിയ ഫേസ് എടുക്കുന്ന മൂണ് പോലെ ഞാൻ മാറിക്കൊണ്ടേയിരിക്കും. കാരണം ഞാൻ ഏത് യാത്രയിലാണ്? എന്നെ തന്നെ അന്വേഷിച്ചുള്ള യാത്രയിലാണ്. ഓരോ സ്റ്റേറ്റിലും ഓരോ അവസ്ഥയിലും വ്യത്യസ്തമായ ഭാവത്തിൽ ഞാൻ എന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മെനിയാന്നറിഞ്ഞ എന്നെ വെച്ചിട്ട് അത് തന്നെയല്ലേ നീ എന്ന് ചിന്തിക്കാതിരിക്കുക. കാരണം അത് മനുഷ്യൻ കണ്ടെത്തുമ്പോഴാണ് ദൈവം അനിർവചനീയമാണ്, ദൈവം വിവരിക്കാൻ പറ്റാത്തതാണ്, ദൈവത്തെ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതാണ്, അൺഡിഫൈനബിൾ ആണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം ആരാ ഞാൻ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഞാൻ ആരാ? ഇപ്പം ഞാൻ എത്തുന്നത് കാംനെസ്സിലാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ആരാന്ന് ചോദിച്ചാൽ ഞാൻ കാംനെസ് അല്ല, സ്റ്റിൽനെസ്. അപ്പം നിങ്ങളല്ലേ പറഞ്ഞ് പേഷ്യൻസാണ്. പേഷ്യൻസുമാണ് ഞാൻ, സൈലൻസുമാണ് ഞാൻ, കാംനെസ്സുമാണ് ഞാൻ, സ്റ്റിൽനെസ്സുമാണ് ഞാൻ. ആ സ്റ്റിൽനെസ്സിനെ പോയി തൊട്ട സമയത്ത് ഞാൻ ആരാന്ന് ചോദിച്ചപ്പം ഞാൻ വെളിച്ചമാണ്. അപ്പം നീ വെളിച്ചമാണോ? അതുമാണ്. കാരണം എന്താ? സൃഷ്ടാവിൻ്റെ എല്ലാ ക്വാളിറ്റീസും നമ്മളിലേക്ക് എന്ത് ചെയ്യും? വന്നുകൊണ്ടിരിക്കും. ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉള്ള ആളാരാണ്? സൃഷ്ടാവല്ലേ. ഇവിടെ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ അപ്പം തന്നെ ഒന്ന് അറിവാടെടുത്തോ, ഇന്നെന്താ പണി എടുത്തില്ല, എന്നാ പിടിച്ചോ, ഇന്ന് പട്ടിണി, ഇങ്ങനെയാണ് എന്ത് സംഭവിക്കായിരുന്നു? അപ്പോൾ ആരാണ് പേഷ്യൻസ് ആയവനെ അറിയുമ്പോൾ ഞാൻ പറയുന്നു ഞാൻ പേഷ്യൻസ് ആണെന്ന് അനുഭവിക്കുമ്പോൾ ഞാനത് വാക്കുകൊണ്ട് പേഷ്യൻസ് എന്ന് പറയുമ്പം നമ്മൾ വാക്കുകൾക്ക് അതീതമായി ചിന്തിച്ച സൃഷ്ടാവിൻ്റെ പരമകാരുണികൻ്റെ ഒരു കഷ്ണമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുക. ഞാൻ ഫുൾ മൂണ് കാത്തിരിക്കുകയാണ്. എത്തുകൊണ്ട് എനിക്ക് ആരോടും പരാതിയൊന്നുമില്ല, ബുദ്ധിമുട്ടിക്കണം എല്ലാവർക്കും ഞാൻ ക്ഷമിച്ചു കൊടുത്തിരിക്കുകയാണ്. ബിക്കോസ് ഞാൻ റഹ്മാൻ്റെ ക്വാളിറ്റിയിലാണ് ഇപ്പോൾ ഇരിക്കണമെന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. ഇങ്ങനെ അവസ്ഥകൾ മാറിക്കൊണ്ടേ ഇരിക്കുന്നുള്ളതാണ്. ആരാണോ അവനവനെ അന്വേഷിക്കുന്നതിലൂടെ അവൻ്റെ ഓരോരോ ഭാവങ്ങൾ അവൻ അനുഭവിക്കും, വ്യത്യസ്തമായ ഭാവങ്ങൾ അനുഭവിക്കും. അങ്ങനെ സ്റ്റിൽനെസ് ആകുമ്പോൾ യെസ് സ്റ്റിൽനെസ് ആണ്. അത് കഴിഞ്ഞ് ലവ് ആകുമ്പം ഞാൻ സ്നേഹമാണ്, ഞാൻ വെളിച്ചമാണ് എന്ന രീതിയിലേക്ക് എല്ലാമായി കൊണ്ടിരിക്കും. അവസാനം ഞാൻ ട്രൂത്താണോ? ഞാൻ ട്രൂത്തുമാണ്. എന്തുകൊണ്ട് ട്രൂത്താണ്? ഞാൻ ട്രൂത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ട്രൂത്തിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഇവിടെ ഉള്ളൊരു തുള്ളി വെള്ളം, ഈ വെള്ളപ്പം പറയാം ഞാൻ വെള്ളമാണ്. കടലിട്ട് കഴിഞ്ഞാൽ വെള്ളം എന്താ പറയുക? ഈ വെള്ളമല്ലടാ, അല്ല ഞാൻ ഇപ്പോൾ കടലാണ്. അതെപ്പോഴാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ കടലാണ്. അതിനടുത്ത് പുറത്ത് വെച്ചാൽ ഇപ്പം ആരാ? ഞാൻ തുള്ളിയാണ്. എടുത്ത് അങ്ങോട്ട് വെച്ചാൽ ഞാൻ കടലാണ്.
ഇതിലേതാ ഞാൻ എന്ന് ചോദിക്കുമ്പം ആ ഒരു സീക്രട്ട് ഉണ്ട്. അതാ റൂമി പറഞ്ഞത്, എന്നെ തേടിപ്പോയപ്പം ഞാൻ എന്നെ കണ്ടില്ല, ദൈവത്തെ കണ്ട്. അത് ശരി, അതെന്താ സാധനം? ദൈവത്തെ പോയി തേടി, ദൈവത്തെ തേടി നോക്കുമ്പോൾ ദൈവത്തെ കണ്ടില്ല, എന്നെ കണ്ട്. ഇതെന്താ മിററാണോ? എക്സാക്ട്ലി, യു റിഫ്ലക്ട് ദ ഡിവൈൻ. യു ആർ എ മിറർ, യു ആർ എ ഹോളി ഫേസ്, യു ആർ ക്രിയേറ്റഡ് ഇൻ ദ ഹോളി ഫേസ്. ഹോളി ഇമേജിലാണ്, ഹോളി ഫേസിലാണ് നിന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കണ്ടെത്താന്നുള്ളതാണ് ഈ ലോകത്തിൽ നേരത്തെ വവ്വാലിൻ്റെ കഥ പറഞ്ഞ പോലെ അത് മാറിയിട്ട് മുന്നോട്ട് പോകാന്നുള്ളത്. ഇത് മനസ്സിലാക്കിയ ഈ പോയിന്റിലൂടെ നാവിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ റിയാലിറ്റി വേറെ ആയിരിക്കും, അവരുടെ ലൈഫ് അണ്ടർസ്റ്റാൻഡിങ്സ് വേറെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഇപ്പം തന്നെ പോയിട്ട് ഞാൻ ട്രൂത്താ അല്ലെ ഞാൻ ലൈറ്റാ ഞാൻ ലവാന്ന് വെറുതെ പറഞ്ഞിരിക്കാതെ നേരായ വണ്ണം ഇപ്പം എവിടെയാണോ അതിലേക്ക് സറണ്ടർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്യാം. ഗൈഡഡ് ടോക്കിൽ 105ാമത്തെ ഗൈഡഡ് ടോക്കും സ്റ്റിൽനെസ് ആലും എടുത്തത്, 150ാമത്തെ ഗൈഡഡ് ടോക്ക് സ്റ്റിൽനെസ് ആലും എടുത്തത്. അന്ന് നിങ്ങൾ പേഷ്യൻസിലായിരിക്കും, ഞാനെടുത്തത് സ്റ്റിൽനെസ് ആയിരിക്കും. വീണ്ടും ഒന്നുകൂടി എത്തി നിൽക്കുമ്പോൾ നിങ്ങൾ അപ്പോഴും സ്റ്റിൽനെസ് എത്തില്ല, നിങ്ങൾ ചിലപ്പോൾ എവിടെ ആയിരിക്കും ഇരിക്കുന്നത്, സൈലൻസും കഴിഞ്ഞിട്ടുള്ള കാംനെസ്സിലായിരിക്കും ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്നതുകൊണ്ട് സെയിം കേൾക്കുക, സെയിം പറയാമെന്നുള്ളതല്ല, സെയിം കാര്യങ്ങൾ കേൾക്കുന്നതിലൂടെ നിങ്ങൾ എവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തിരിച്ചറിവ് ഉണ്ടാകുന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പറയാം, ഇടയ്ക്കൊക്കെ ഈ വഴിക്കൊക്കെ ഒന്ന് കയറി പോണത് നല്ലതാണെന്ന് പറയാനുള്ള കാരണം. ഇത് വെറുതെ ആഴ്ചയിലെ ബൂസ്റ്ററും മറ്റേ ഹോർലിക്സും സാധനം മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ വവ്വാലിൻ്റെ കഥ പറഞ്ഞ പോലെ ആ ഭാവത്തിൽ നിന്നുകൊണ്ട് കാണുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് എക്സാക്ട്ലി എന്തുണ്ടായിരിക്കും, ദൃഷ്ടാന്തം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ ബുദ്ധിക്കും ഈ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാമല്ലോ, ഇതിനപ്പുറത്തേക്ക് ഒരു സെൻസ് ഉണ്ടല്ലോ, തുറന്ന സെൻസ് ആണല്ലോ. അതിന് കലക്റ്റീവായിട്ട് ചിന്തിക്കണം, കഷ്ണമാക്കി ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞ സാഹചര്യങ്ങളെ കഷ്ണം മാത്രം എടുത്തിട്ട് ഇത് മാത്രം ഈ ആസ് പെർ ദ സയൻറ്റിഫിക് ഇതെങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചാൽ ഞാൻ സയൻസിൻ്റെ ഒരു കഷ്ണമല്ല പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഫിസിക്സ് പഠിച്ചാൽ ഫിസിക്സ് മാത്രം വെച്ച് വന്നാലും മനസ്സിലാവില്ല. ഞാൻ ആനയെ പറ്റിയാണ് പറഞ്ഞത്. ആനയുടെ വാലിനെ പറ്റി പഠിച്ചാൽ വാല് കൊണ്ടുവന്നിട്ട് ഇതിലെവിടെ നിങ്ങൾ പറഞ്ഞ തുമ്പിക്കൈ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ വാലും തുമ്പിക്കൈയും കണ്ണും ഒക്കെ കൂടിയിട്ടുള്ള ആനയെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ആനനെ കാണോ? ഇല്ല. നിങ്ങൾ കാലെടുത്ത് കൊണ്ടുപോയിട്ട് ഞാനിതിൽ PhD എടുത്ത ആളാണ്, ഞാൻ ഈ വാലിൽ പോസ്റ്റ് ഇത് ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളാണ്, ഞാൻ ഈ ചെവിയിൽ ഇത് കഴിഞ്ഞ ആളാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആന ചെവിയിൽ മാത്രം ബിരുദം എടുത്ത ആളെ സംബന്ധിച്ചിടത്തോളം ആനച്ചെവി എന്ന് പറഞ്ഞാൽ അവർക്കൊരു മുറം പോലെ മാത്രം, മറ്റേ മുറല്ലേ ഇതാണ്. അപ്പോൾ അവർ മുറമായിട്ടാണല്ലോ ആന, എന്തുകൊണ്ട് നിങ്ങൾ ചൂലാക്കി ആനയെ? മനസ്സിലായല്ലേ? മുറമായ ആനയെ ചൂലാക്കുന്ന പരിപാടി എന്നൊക്കെ വരും. ആക്ച്വലി ആനയെ ആരും കണ്ടിട്ടില്ല. ആനയെ കാണണമെങ്കിൽ എല്ലാം ഒന്ന് ചേർത്ത് വെച്ച് നോക്കുക. അതുകൊണ്ട് ഞാനിവിടെ ഫിസിക്സും കെമിസ്ട്രിയും ക്വാണ്ടം സയൻസും ലെറ്റർ സയൻസും ലിംഗ്വിസ്റ്റിക്സും പൊളിറ്റിക്സും സോഷ്യൽ സയൻസും എല്ലാം പ്രകൃതി നിയമങ്ങളും എല്ലാം കൂടി കൊണ്ടുവന്ന് നോക്കുമ്പോൾ മാത്രം പരന്നതാണത്, പരന്ന് കിടക്കാണ്, നമ്മളിൽ തന്നെ പരമായിട്ട് അനേകമായി കിടക്കാണ്. ആ അനേകമായതിനെ ചേർത്ത് വെക്കാൻ പറഞ്ഞത്. അലിഫാണവൻ, ഒന്നാണവൻ. പക്ഷെ അലിഫ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ അൽഫയുണ്ട്, 1000 ഉണ്ട്. അപ്പോൾ 1000മായ ഒന്നുകളെ ചേർത്ത് വെക്കുമ്പോൾ, 1000മായ കുത്തുകളെ ചേർത്ത് വെക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അലിഫുണ്ട്. ആ അലിഫിലാണ് ആൽഫബറ്റിൻ്റെ തുടക്കമാകുന്ന ആൽഫ എന്ന് പറയുന്ന ആ അലിഫ് എന്ന് പറയുന്ന അക്ഷരം പോലും തുടങ്ങുന്നത്. അപ്പോൾ ആ തുടങ്ങി കിട്ടാൻ അൽഫയായിരിക്കുന്ന, 1000ആയിരിക്കണം, അനേകമായിരിക്കുന്നതിനെ ഒന്നാക്കുമ്പോൾ മാത്രം കണ്ടെത്താൻ പറ്റുന്നു. അതുകൊണ്ട് ഒന്നു മാത്രം എടുത്തിങ്ങനെ വെച്ചതുകൊണ്ട് ഒന്നും ആവില്ല. എല്ലാത്തിനെയും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ചേർത്ത് വെക്കുമ്പം എന്താ ഉദ്ദേശിക്കണമെന്ന് കിട്ടുള്ളൂ. കണ്ണ് മാത്രം പഠിച്ചത് കൊണ്ട് നമുക്ക് നമ്മുടെ സെൻസുകളെ പറ്റി മനസ്സിലാവില്ല. കണ്ണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് കലക്റ്റീവ് കോൺഷ്യസ്നെസ്. കലക്റ്റീവായിട്ട് പഠിക്കണം എന്നുള്ളതാണ്. ബിക്കോസ് ഇവിടെ നമ്മൾ കലക്റ്റീവായിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റിൽനെസ്. ഏകദേശം ഒരു സ്റ്റിൽനെസ്സിൻ്റെ കഷ്ണം കിട്ടിയെന്ന് വിചാരിക്കുന്നു. തുടരുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുക, ലൈഫിനെ സെറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും അറിയാനുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അറിയാൻ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ഫ്രീ ആയിട്ട് അറിയാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഫ്രീ ആയിട്ട് അറിയേണ്ടത് മാത്രം ആരും അറിയൂല. വേറെ കുറേ സാധനമുണ്ട്, പൈസ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ, അതൊക്കെ നമ്മൾ അറിയാൻ പോകും. പക്ഷെ ഫ്രീ ഫ്ലോയിൽ അറിയാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, GT മനസ്സിലാക്കാനുള്ള ട്രെയിനിങ് വർക്ക്ഷോപ്പ് മാത്രമാണ് ഗൈഡഡ് കോഡ്, അതുപോലെ തന്നെ GCTP. കഴിഞ്ഞ ബാച്ച് GCTP ചെയ്യുമ്പോൾ അലൈനിങ് ഫേസിലെത്തിയപ്പോൾ ആ കോച്ചസ് വരെ പറഞ്ഞു, എത്ര വലിയ സംഭവമല്ലേ അപ്പോൾ ഗൈഡഡ് ടോക്കിൽ കൊടുക്കുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ പേമാരി കണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കത്തുന്നില്ലാലോ, ഇതൊന്നും കയറുന്നില്ലാലോ എന്ന അവസ്ഥയിലായിരിക്കും ഇരിക്കുക. കണ്ടിന്യൂ, ഓടിപ്പോലെ, വെയിറ്റ്, ജസ്റ്റ് ബി ഹിയർ. നിങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കണമെന്നുള്ളതാണ്. കണ്ടിന്യൂ ചെയ്ത് നോക്കി, യു ക്യാൻ സീ സംതിങ് ഈസ് മൂവിങ് ഇൻസൈഡ്, സംതിങ് ഈസ് മൂവിങ് വിത്തിൻ എന്നുള്ളൊരു സംഭവം. അപ്പോൾ അതേപോലെയാണ്. സോ തുടർന്നു കൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ്. ആൻഡ് ബാക്കി നമുക്ക് നെക്സ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്യാം. സോ സ്റ്റിൽനെസ്സിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾ എവിടെയാണോ അതിലേക്ക് സറണ്ടർ ചെയ്യുക, ചാടിപ്പോരുത്, അപ്പുറത്തേക്ക് എത്തണം. നോ, സറണ്ടർ, മൂവ്. അടുത്തത് എനിക്ക് എന്തറിയണമെന്ന് എനിക്കൊരു ആകാംക്ഷയില്ല. ഇപ്പം അറിയുന്നതിൽ തന്നെ അത് അറിഞ്ഞിരിക്കാൻ ഞാൻ ആകാംക്ഷാഭരിതനായിട്ടിരിക്കുമ്പോൾ അടുത്തതിലേക്ക് ഞാൻ നയിക്കപ്പെടും. അതാണ് അതിൻ്റെ രസം.
അതാണ് സറണ്ടറൻസ് എന്ന് പറഞ്ഞാൽ. അടുത്തത് എന്താവും എനിക്കറിയില്ല, അടുത്തത് എന്തായിരിക്കും പറയുക അതും എനിക്കറിയില്ല, അടുത്തത് എന്തെന്നുള്ള ക്യൂരിയോസിറ്റി ഇല്ല. അടുത്തുള്ളത് എന്താണോ അതിന് അറിഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളിലൊരു നിറയലുണ്ടാവും. ആ നിറഞ്ഞ അവസ്ഥ നിന്നും ഇങ്ങനെ നിറഞ്ഞ് ഒഴുകും. ആ ഒഴുകുമ്പോൾ നമ്മൾ അടുത്തതിലേക്കൊക്കെ എന്ത് ചെയ്യും, ഈ പാത്രത്തിൽ വന്ന് വീണ വെള്ളത്തിന് അടുത്തതിലേക്ക് എത്താനും അറിയാനും അനുഭവിക്കാനുള്ള അവസരം കിട്ടും. അവിടെ നമ്മളിങ്ങനെ അതിലിങ്ങനെ നിറയും. അതായത് തന്നെ നിറഞ്ഞ് കവിയുമ്പോൾ അത് അടുത്തതിലേക്ക് പോകും, അടുത്തതിലേക്ക് പോകും, അടുത്തതിലേക്ക് പോകും. അങ്ങനെയുള്ളൊരു ഒഴുക്കായിരിക്കണം നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത സ്റ്റിൽനെസ് പോലത്തെ സംഭവങ്ങളും ഞാൻ പറഞ്ഞാൽ കഷ്ണമായി പഠിക്കാതെ കളക്റ്റീവായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ആൽകെമിസ്ട്രി എന്നുള്ളൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ആൽകെമിസ്ട്രി. അത് പല ആൾക്കാരെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തു, ഭയങ്കര കണക്റ്റഡ് ആയി ഇഷ്ടം പോലെ ആൾക്കാർ. ഇപ്പോഴും നമ്മുടെ ടീമിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ ടീമിനെ മനസ്സിലാക്കിയതും കണക്ട് ചെയ്തതും ആൽകെമിസ്റ്റ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ചില ആൾക്കാർക്ക് ഒന്നും കത്തുന്നില്ല, ആദ്യം വരല എന്താ ഒന്ന് ആൽകെമിസ്റ്റ് കണ്ടു നോക്കൂ, തുടങ്ങി കഴിഞ്ഞ് ഒറ്റയിരിപ്പിൽ തീർക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട്. വണ്ടർഫുൾ. അപ്പോൾ ഈ ആൽകെമിസ്റ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്സും അതുപോലെ തന്നെ മിസ്റ്റിക്കൽ ഇന്ന് ഞാൻ പറഞ്ഞ ബുദ്ധി ബോധം ഇതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്സും ആൻഡ് ഓൾസോ സ്പിരിച്വൽ സൈക്കോളജി, പിന്നെ കുറേ ഈ പറഞ്ഞ ക്വാണ്ടം സയൻസ്, ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് ഒരു ദിവസം നമ്മളൊരു സാധനം കുക്ക് ചെയ്ത് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അത്രമാത്രം. അല്ലാണ്ട് നിങ്ങൾ വന്നാൽ അങ്ങനെയൊന്നുമില്ല. ആൽകെമിസ്ട്രി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു വിഭവം ഉണ്ടാക്കി നമുക്ക് ഭക്ഷിക്കാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവിടെ വന്നിട്ട് ഈ വിഭവം ഭക്ഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡയറ്റ് സെറ്റാവോ, എൻ്റെ ഫിറ്റ്നസ് റെഡിയാവോ, അതിനുള്ളവർക്കേ അല്ല. നോമ്പെടുത്ത് കഴിഞ്ഞാൽ ഞാൻ വെയിറ്റ് കുറേ ചോദിക്കുമ്പോൾ അതല്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം ഉണ്ട്, അത് കിട്ടാനേ വരേണ്ടത്. അല്ലാണ്ട് ഞാനും പോയി നോക്കട്ടെ, എന്താ നോമ്പാണ് ഒരു 3 ദിവസം ഓരോ കൂടി നോമ്പ് പിടിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെയിറ്റ് ഒക്കെ ഒന്ന് കുറയാണെങ്കിലോ, നോ അങ്ങനത്തെ ഒരു സാധനമില്ല. നമ്മളൊരു വിഭവ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കുക്ക് ചെയ്യുന്നു. ഇതെല്ലാം കൂടി വെച്ചിട്ട് ഇപ്പം നമ്മൾ കുറച്ചു നേരം കേട്ടിരുന്ന പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വിഭവം നമുക്കൊന്ന് എടുത്തു നോക്കാം. ഓക്കെ, ഇത്രയും സമയം നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ കേട്ടതിലൊക്കെ എവിടെ ഒരു രുചി ഉണ്ടായിരിക്കും. ആ ടേസ്റ്റ് എന്താ നമുക്കറിയില്ല, മധുരമോ ഒന്നുമല്ല, പക്ഷെ എന്തോ ഒരു ചിലർ പറയല്ലേ ഗൈഡ് ടോക്ക് ഇങ്ങനെ കേട്ടിട്ട് അതിലിങ്ങനെ മുഴുകി പോകുന്നു, അതിലിങ്ങനെ ലയിച്ചു പോകുന്നു പറയുമ്പോൾ ഒരു രുചിയുണ്ട്. ആ രുചി എന്താ നമുക്ക് മനസ്സിലാക്കാം. അവിടെ നമ്മൾ ഈ 5 സെൻസിന് അപ്പുറത്തേക്കുള്ള നമ്മുടെ സെൻസ് എന്തോ ഒന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആ ടേസ്റ്റ് അറിയാനും അത് രുചിക്കാനും, അത് രുചിക്കുമ്പം എംപവേർഡ് ആണത് നമ്മളെ ഈ ബോഡി ഈ മൈൻഡോ അല്ല, പക്ഷെ നമ്മുടെ ഓറ, നമ്മുടെ ഹാർട്ട്, നമ്മുടെ സ്പിരിച്വൽ ഹാർട്ട്, ഇതിൻ്റെ എക്സ്പാൻഷൻ. അപ്പോൾ ഇത് കുറച്ച് ബിയോണ്ട് 5 സെൻസസ് ആണ്. ആ മോഡൽ കാര്യങ്ങൾ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് ഈ പ്രാവശ്യത്തെ ആൽകെമിസ്ട്രി ഈ മന്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പേഷ്യൻസിലും സ്റ്റിൽനെസ്സിലും കാംനെസ്സിലും എവിടെയാണ് നിങ്ങൾ? ഇനി നിങ്ങൾ ഇടിമിന്നലാണോ? വണ്ടർഫുൾ, ഒക്കെ പ്രകൃതിയുടെ ഭാഗം തന്നെ. തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് സ്റ്റോം ആണോ? വരും എല്ലാവരും വരും. നമുക്ക് എന്ത് ചെയ്യാം, ഒരു ദിവസം അടിപൊളിയാക്കി മാറ്റാമെന്നുള്ളതാണ്. സോ August 24 നമ്മൾ പ്രോഗ്രാം വരുന്നത്, August 24. അപ്പോൾ അത് ഫുൾ ഡേ പ്രോഗ്രാമാണ്. അതിലെത്താൻ പറ്റാത്ത ആൾക്കാർക്ക് കഴിഞ്ഞ റൂമി നൈറ്റ് കഴിഞ്ഞപ്പം വണ്ടർഫുൾ. ഇന്നലെ അതിൻ്റെ വീഡിയോ ഒക്കെ ഇന്നലെ മെന്നാന്ന് വന്നിന് കണ്ടുണ്ടാക്കും. അപ്പോൾ August 19 നമ്മുടെ റൂമി നൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ 3 ദിവസത്തെ റെസിഡൻഷ്യൽ പറ്റാത്തവർക്കാണ് നമ്മൾ എല്ലാ മാസം റൂമി നൈറ്റ് പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. അപ്പോൾ റൂമി നൈറ്റ് August 19 അല്ലേ, 16 സോറി August 16 റൂമി നൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ വരാൻ പറ്റുന്നവർ അതിൽ വരാം. അതാണ് ഈ മാസത്തെ പ്രധാനപ്പെട്ട ഭാഗം. പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഗൈഡഡ് കോഡ്. വൈ ഗൈഡഡ് കോഡ് എന്ന് വെച്ചാൽ ഇത് തുറക്കാനുള്ള താക്കോലാണ്. ഇതിനൊരു കോഡ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് വായിച്ച് പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം കോഡ് പഠിപ്പിക്കണം. അതാണ് ആൽഫബറ്റ്, ABCD പഠിപ്പിക്കണം. സംഗീതം പഠിക്കാൻ പോകണം, ആദ്യം കോഡ് പഠിപ്പിക്കണം. സരിഗമ പദനിസ സ്വരസ്ഥാനം ഉറപ്പിക്കണം എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ മാത്സ് പഠിക്കാൻ നമ്പർ പഠിക്കണം. ഇതേപോലെ തന്നെ ഈ ഗൈഡ് ടോക്ക് പോലത്തെ ഈ ഒരു ഡയമെൻഷൻസിലേക്ക് നമുക്കൊരു കണക്ഷൻ കിട്ടാൻ എക്സാക്ട്ലി നമുക്ക് വേണ്ടത്. സോ ഈ കീ, അതായത് ഇംഗ്ലീഷ് പഠിക്കാനുള്ള മാത്സ് പഠിക്കാനൊക്കെ അതിൻ്റെ ബേസിക് ഉണ്ട്. ഇതേപോലെ ഈ സംഭവങ്ങൾ മനസ്സിലാക്കാനുള്ള ബേസിക് സംഭവമാണ് ഗൈഡഡ് കോഡ്. അതുകൊണ്ട് ആ റൂമിനേറ്റ് വരെങ്കിൽ GC ചെയ്യണം പറയാം. ആലോചിക്കുക, GC ചെയ്യാതെ ഒരാൾ റൂമിനേറ്റിൽ വന്നിരുന്നാൽ ആകെ പ്രാന്താവില്ല. മനസ്സിലായോ? ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം വന്നിങ്ങനെ ഇന്നലെയൊക്കെ പറഞ്ഞ ഐറ്റംസൊക്കെ ട്രൂത്തൊക്കെ നമ്മൾ പറഞ്ഞ് വെള്ളത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞു പോകുമ്പോൾ ആകെ ഇതെന്ത് വെള്ളം എന്ന കോലത്തിലായിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ ഡയമെൻഷൻസൊക്കെ ഒന്ന് ബേസിക്കലി മനസ്സിലാക്കിയെടുക്കാൻ നമ്മളെ പരിപോഷിപ്പിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഗൈഡഡ് കോഡ്. ഇപ്പോൾ ഗൈഡഡ് കോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ I strongly recommend you to do the guided code and come back to the GT എന്നുള്ളതാണ്. സോ ഇന്ന് നമ്മളെ സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അടുത്ത വീക്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് ഏതെങ്കിലും ഗൈഡഡ് ടോപ്പിക്ക് വരുമ്പോൾ നമുക്കതിൽ തുടങ്ങാം. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങളാണ് എനിക്ക് തന്നത്. മെഡിറ്റേഷനും എന്ത് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആ പോയിന്റ് പറഞ്ഞപ്പോൾ I just connected to that point. ഇനി അടുത്ത വീക്കിൽ കാണാം. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും.